Alumni Interaction Cell, Department of Electronics and Communication Engineering, MES College of Engineering, Kuttipuram, welcomes all of you to the fourth webinar in the Road Ahead series. Today's session hopefully will help you to know about the opportunities for BTech graduates in building automation and ELV systems. We are happy to have Mr. Shaheen Bakar, alumnus of our department and presently CEO at Baker & Gray for today's talk. I invite our head of the department, Dr. Gopakumar A, to speak a few words. Sir, please. Good evening, Amma. MES Engineering College Electronics and Communication Engineering വിഭാഗത്തിന്റെ അലുമിനി ഇന്ററാക്ഷൻ സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ദ റോഡ് അഹെഡ് എന്ന വെബിനാർ സീരീസിന്റെ 4ാമത്തെ സെഷനാണ് ഇന്നിവിടെ ഓർഗനൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു സീരീസിന്റെ വെബിനാർ സീരീസിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള സ്റ്റുഡൻസിന്റെ ഇൻകംബന്റ് സ്റ്റുഡൻസിന്റെ ലേണിംഗ് കർവ് സ്മൂത്തൻ ചെയ്യുക എന്നുള്ളത്. എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിയുന്ന ഒരാൾക്ക് തുടർന്ന് എന്ത് ചെയ്യണം എന്നുള്ളതിന് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ്. കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് സെക്ടർ നഴ്സിംഗ് കോളേജ് എന്ന നിലയിൽ 23 ബാച്ചുകൾ ഓൾറെഡി പുറത്തിറങ്ങി കഴിയുന്ന ഒരവസ്ഥയാണ് MES എഞ്ചിനീയറിംഗ് കോളേജിലുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ഗ്ലോബൽ അലുമിനി പ്രസൻസ് ഉണ്ട്. ആ അലുമിനി തന്നെയാണ് ഞങ്ങളുടെ കോളേജിന്റെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് സ്ട്രെങ്ത്. അതുകൊണ്ട് തന്നെ ആ അലുമിനിയുടെ ഒരു ഇനീഷ്യേറ്റീവാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ വെബിനാർ സീരീസ് എന്ന് പറയുന്നത്. ഏത് ഡയറക്ഷനിൽ കരിയർ കൊണ്ടുപോകണം എന്നുള്ളതിന് ഏറ്റവും നല്ല ഗൈഡൻസ് നൽകാൻ കഴിയുന്നത് മുൻപേ പറഞ്ഞ ആളുകൾക്കാണ്. അപ്പോൾ അവരുടെ ഉപദേശങ്ങൾ എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ സെനാരിയോയിൽ എന്താണ് ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം എന്നുള്ള ഒരു അനിശ്ചിതത്വം ലോകം മുഴുവൻ ഉള്ള ഒരു സിറ്റുവേഷനുണ്ട്. ഇത് വളരെ ആവശ്യമുള്ള ഒരു സംഗതിയായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ അലുമിനി ഇന്ററാക്ഷൻ സെല്ലിന്റെ ഈ ഒരു ഉദ്യമം വളരെ അഭിനന്ദനാർഹമാണ്. ഇന്നത്തെ ഈ ടോപ്പിക്ക് ബിൽഡിംഗ് ഓട്ടോമേഷൻ സിസ്റ്റം ELV സിസ്റ്റംസ് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളോട് സംസാരിക്കാൻ നമ്മളുടെ 2004 ബാച്ചിലെ അലുമിനി ആയിട്ടുള്ള ബേക്കർ ആൻഡ് ഗ്രേ എന്ന കമ്പനിയിലെ CEO ആയിട്ടുള്ള ഷാഹിൻ ബേക്കറാണ്. ഷാഹിൻ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയം മുതൽ ഇന്ന് വരെ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് കൂടിയാണ്. പലരും പല രീതിയിലും പഠനകാലം കഴിഞ്ഞ് പല രീതിയിലും പല സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടാകും. സ്റ്റിൽ ഇന്നും കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഏത് ആവശ്യങ്ങൾക്കും എന്നും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന മുന്നിട്ട് ഇറങ്ങുന്ന ഒരു അലുമിനി എന്നുള്ള രീതിയിൽ പരിചയപ്പെടുത്താനാണ് എനിക്ക് സന്തോഷം. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റുഡൻസിന്റെ കൂടി അറിവിലേക്കായിട്ട് പറയുന്നത് അഡ്വൈസറി കമ്മിറ്റിയിലെ ഇൻഡസ്ട്രി റെപ്രസെന്റ് ചെയ്യുന്ന മെമ്പർ ഷാഹിൻ ബേക്കറാണ്. നമ്മളെ ഡിപ്പാർട്ട്മെന്റ് അഡ്വൈസറി കമ്മിറ്റിയിലെ ഇൻഡസ്ട്രി റെപ്രസെന്റ് ചെയ്യുന്ന മെമ്പറാണ് ഷാഹിൻ. നമ്മുടെ കോളേജിൽ മുമ്പ് എനിക്ക് ഓർമ്മ വരുന്നത് മിക്സ് ആൻഡ് പാക്സ് ഓൺ റോഡ് എന്ന് പറഞ്ഞ 3-4 വർഷം മുമ്പ് ഒരു ടോക്ക് വിജയ് എസ്പോൾ എന്ന നമ്മുടെ വേറെ ചേർന്ന് ഷാഹിൻ നമ്മുടെ അവതരിപ്പിക്കുകയുണ്ടായിരുന്നു. വളരെ നന്നായി നല്ല ബന്ധം ഡിപ്പാർട്ട്മെന്റുമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അലുമിനി എന്നുള്ള രീതിയിൽ ഷാഹിനെ ഈ ടോക്ക് സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. Thank you, sir. Thank you so much, sir. Now I invite Ms. Najiha, student S2ECE, to introduce the speaker. Hello, am I audible? Yes, Najiha. An alumnus of MES College of Engineering,
Electronics and Communication Department, 2000-2004 batch, Shahid Bakr started his company, Ray Technologies, in 2004. Immediately after college, along with some teachers and friends, he handled responsibilities like embedded system designer, hardware design engineer, and system integrator in his company. Currently, he is the CEO of his companies, Bakr and Gray and Bakr Academy. He currently focuses on system integrations of building management systems, networking, IoT, and security solutions. He is also a technology trainer and speaker in technology topics. He is first from Kerala and third from India to be qualified as a microchip certified third party trainer. He is also an active IEEE volunteer and had handled various responsibilities like Secretary of IEEE Kerala section, Chair of IEEE Kerala Young Professionals, Vice Chair of IEEE Kochi subsection, Membership Development Chair of IEEE Kerala section, Secretary of Robotics and Automation Society of IEEE Kerala section, Entrepreneurship Committee, IEEE Kerala section, and so on. Currently, he is the chair of Industry Relations, IEEE Kerala section. He has also won a number of awards, including IEEE MGA Global Young Professional Achievement Award, IEEE MGA Global Achievement Award, IEEE Kerala section Outstanding Volunteer Award, Best Industry Volunteer Award, and so on. Now, I welcome Shaheen sir to address the gathering. Sir, please. So, good evening and thank you. So, ഈ ഓൺലൈൻ സെഷൻസിലുള്ള ഒരു ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഏതാണ് റേഡിയോയിൽ പറയുന്ന പോലെയാണ്. നമ്മൾ അങ്ങോട്ടേക്ക് പറയുന്നു, ഇങ്ങോട്ടേക്ക് പ്രത്യേകിച്ച് ഒന്നും കേൾക്കുന്നുമില്ല, കാണുന്നുമില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഇതിനകത്ത് കുറച്ചെങ്കിലും പേര് ക്യാമറ ഓൺ ചെയ്ത് വെച്ച് എനിക്ക് റിയാക്ഷൻസ് എങ്കിലും അറിയാമായിരുന്നു. ദാറ്റ് വിൽ ബി വൺ തിങ്. ആൻഡ് അഗെയിൻ അടുത്ത കേസ് ഇടയ്ക്ക് ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കുമ്പോൾ ഒന്ന് റെസ്പോൺസസ് തന്നാൽ നന്നായിരിക്കും. കാരണം ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് പോകുന്ന ആരെങ്കിലും ഇവിടെ കേൾക്കുന്നുണ്ട്, എന്റെ കണക്ഷൻ കട്ടായതാണോ എന്താന്ന് പോലും ഒരു ഐഡിയ ഉണ്ടാവില്ല. സോ ഒരു അല്പം ഇന്ററാക്റ്റീവ് ആയിട്ട് തന്നെ പോവാം. ലാസ്റ്റ് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് തന്നെ വെക്കാം. അല്ലാതെ തന്നെ ഒരു ലൈവ് റെസ്പോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് അപ്പുറത്താലേ കേൾക്കുന്നുണ്ടോ എന്ന് തന്നെ അറിയില്ല. എനിക്ക് ഇന്നാണെങ്കിൽ നെറ്റ് കണക്ടിവിറ്റി ഇഷ്യൂ ഉണ്ട്, നമുക്ക് ഇടയ്ക്ക് ബ്രേക്ക് ആയാലും അറിയുകയും വേണമല്ലോ. സോ anyway, let me thank our department and the association for conducting this event and inviting me for this program. It is so happy to be part of the college even after 17 years after graduation from the college. So, അന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന കുറച്ചെങ്കിലും പേര് ഇപ്പോഴും ബാക്കിയുണ്ട്. ഗോപകുമാർ സാർ is there, നിഷീന മിസ് ഉണ്ട്, മൃദുല മാം ഉണ്ട്, മിസ് ഉണ്ട്, രജിത് സാർ ഉണ്ട്, അതുപോലെ തന്നെ ലാബിലെ നൗഷാദ് സാർ. എത്രയും പേരാണ് അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നവർ ഇപ്പോഴും അവിടെ ഉള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. So anyway, glad to be back to the college physically അല്ലെങ്കിൽ പോലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ പറ്റിയ സന്തോഷം. സോ പറഞ്ഞ പോലെ എന്റെ ടോപ്പിക് എന്റെ വർക്കിംഗ് ഫീൽഡായ ബിൽഡിംഗ് ഓട്ടോമേഷൻ സിസ്റ്റംസ് എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ ടെർമിനോളജീസ് ശരിക്കും നമ്മളിവിടെ ഈ ഇതിൽ പല ടെർമിനോളജീസ് ആൾക്കാർക്ക് എപ്പോഴും ഡൗട്ട് വരുന്നതാണ്. ബിൽഡിംഗ് ഓട്ടോമേഷൻ, ബിൽഡിംഗ് മാനേജ്മെന്റ്, ELD, ഹോം ഓട്ടോമേഷൻ, അങ്ങനെ പല ഇതുണ്ട്. ഇതിൽ പലതും ഞാൻ ചെയ്യുന്ന ഏരിയാസ് ആണ്, ചിലത് നമ്മൾ അധികം ഇൻവോൾവ് ചെയ്യാത്ത ഏരിയാസ് ഉണ്ട്. ഐ വിൽ ഗോ ത്രൂ ദാറ്റ്. ദെൻ എന്റെ ഇനീഷ്യൽ കരിയർ പീരീഡിൽ ഞാൻ മെയിൻലി എംബഡഡ് സിസ്റ്റം ഡിസൈൻസിലായിരുന്നു, ഡെവലപ്മെന്റ് ആയിരുന്നു എന്റെ ഫീൽഡ്. ദെൻ ഗ്രാജുവൽ ഞാൻ സിസ്റ്റം ഇന്റഗ്രേഷനിലേക്ക് ചേഞ്ച് ഓവർ ചെയ്യുകയാണ് ചെയ്തത്. അതിനെ പറ്റിയിട്ട് ഇൻഡിവിജ്വൽ പറഞ്ഞു പോവാം. സോ എന്താണ് ഈ ബിൽഡിംഗ് ഓട്ടോമേഷൻ സിസ്റ്റംസ് അല്ലെങ്കിൽ ഹോം ഓട്ടോമേഷൻ സിസ്റ്റംസ് എന്നുള്ള ബിൽഡിംഗ് മാനേജ്മെന്റ് എന്നുള്ള പറഞ്ഞു തുടങ്ങാനായിട്ട് ഐ തിങ്ക് it is easier if I start it with a video.
So, ആ വീഡിയോയിലെ ഓഡിയോ കേൾക്കാമായിരുന്നു അങ്ങോട്ടേക്ക്? ക്ലിയർ ആയിരുന്നില്ല. ഓഡിയോ ക്ലിയർ ആയിരുന്നല്ല അല്ലെ? ഓഡിയോ കേൾക്കായിരുന്നോ? ബട്ട് ഓഡിയോ ഉണ്ടായിരുന്നു, പക്ഷെ ഓക്കെ ഫൈൻ. ഇല്ല, എനിവേ അതിനകത്ത് അധികം വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു, ജസ്റ്റ് ആ മ്യൂസിക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങോട്ട് കേൾക്കാവുന്ന. സോ ബിൽഡിംഗ് ഓട്ടോമേഷൻ. ഈ ബിൽഡിംഗ് ഓട്ടോമേഷനിൽ വരുമ്പോൾ മേജർ ആയിട്ട് എല്ലാവർക്കും എപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന 3 ടെർമിനോളജീസ് ആണ് ഉള്ളത്. BMS, home automation, ELB systems. BMS stands for Building Management Systems, whereas home automation, then the next one is ELB or extra low voltage systems. To start with, let me talk about BMS first. എന്റെ മുഖത്തേക്ക് ലൈറ്റിംഗ് വളരെ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? കുറച്ച്. It's okay, sir. It's okay. Okay, fine. Then okay, fine. So BMS mainly use ചെയ്യുന്നത്, നമ്മൾ ഹോം ഓട്ടോമേഷനും BMS തമ്മിലുള്ള മേജർ ഡിഫറൻസ് പറയുകയാണെങ്കിൽ, BMS യൂഷ്വലി യൂസ് ചെയ്യുന്ന കമ്പാരിറ്റീവ്ലി ലാർജ് സൈസ് ബിൽഡിംഗ്സിലേക്കാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. റൂൾ ഓഫ് തമ്പ് പറയാണ്, മറ്റേ ചെറിയ വീടുകളിൽ പറ്റില്ല എന്നുള്ളതല്ല. മേജർ ആയിട്ട് കുറച്ചും കൂടി ബിഗർ സൈസിലുള്ള ബിൽഡിംഗ്സ്, കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സും അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സസ് ആവാം. ഈവൻ വലിയ വീടുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്, യൂഷ്വലി എബോവ് 6,000 to 10,000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് വരുന്ന വീടുകളിലേക്കാണ് കൂടുതലും BMS സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത്. BMSൽ വരുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് ബേസിക്കലി BMS സിസ്റ്റം എന്ന ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റംസ് ബേസിക്കലി മോണിറ്ററിംഗ് ആൻഡ് കൺട്രോളിംഗ് ആൻഡ് മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത്. എന്തിന്റെയൊക്കെ? വൺ ഈസ് MEP, lighting, power systems, safety and security systems, communication and PA systems, elevator and escalators. ആ ഒരു ബിൽഡിംഗിൽ വരുന്ന ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സിസ്റ്റംസിന്റെയും കൺട്രോളും മാനേജ്മെന്റും ആണ് വരുന്നത്. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ എന്നാണ്. ഇതില് HVAC ഫസ്റ്റ് ഇതിനകത്ത് അല്ലെങ്കിൽ പോയിന്റ് ബൈ പോയിന്റ് വരാം. ഇതിനകത്ത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ MEP എന്ന ടെർമിനോളജി പറഞ്ഞു, അതിനെ പറ്റിയിട്ട് തന്നെ ആദ്യം പറയാം. MEP എന്ന് പറയുന്നത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് സിസ്റ്റംസ് ആണ്. ഇതിനകത്ത് ഒരു ബിൽഡിംഗിൽ വരുന്ന മെക്കാനിക്കൽ സർവീസസ് നോർമലി ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന വൺ ഈസ് HVAC. HVAC സ്റ്റാൻഡ്സ് ഫോർ ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. നമ്മുടെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള AC സിസ്റ്റംസ് വരുന്നുണ്ടാവും. അതിന്റെ ഹീറ്റിംഗ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ അധികം ഇല്ലെങ്കിൽ പോലും ബാക്കി തണുപ്പുള്ള കൺട്രീസിൽ മെയിൻലി വരുമ്പോൾ അതിന്റെ ഹീറ്റിംഗ് വരുന്നുണ്ടാവും. ദെൻ വെന്റിലേഷൻ, ഇതിൽ എവിടെയാണെങ്കിലും വെന്റിലേഷൻ, കാരണം ഫ്രഷ് എയർ നമുക്ക് അകത്തുള്ള എയർ എപ്പോഴും AC ടോട്ടലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഇതിൽ തന്നെ കാർബൺ ഡയോക്സൈഡ് കണ്ടന്റ് കൂടും. അതുകൊണ്ട് തന്നെ നമുക്ക് എയർ റീസൈക്കിൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിൽ വെന്റിലേഷൻ സിസ്റ്റംസ് വേണം. റെഫ്രിജറേഷൻ വരുന്ന ബിൽഡിങ്ങിലുള്ള ഹൈ എക്സ്ട്രാ ലോ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫ്രീസേഴ്സ് അതുപോലെയുള്ള കാര്യങ്ങളിലെ കൺട്രോൾസ് വരുന്നു, റെഫ്രിജറേഷൻ വരുന്നു. ദെൻ ഫയർ എക്സ്റ്റിങ്ക്യൂഷിംഗ് സിസ്റ്റംസ്. ഞാൻ ഇതിനകത്ത് ഫയർ എക്സ്റ്റിങ്ക്യൂഷിംഗ് സിസ്റ്റംസ് എടുത്ത് ഞാൻ എക്സ്റ്റിങ്ക്യൂഷന് ഒരു അണ്ടർലൈൻ ഇടാൻ കാരണം, നമ്മൾ ഫയർ സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി 2 ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ഉണ്ട്. ഒന്ന് ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ സിസ്റ്റംസ് ഉണ്ട്, അടുത്ത ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റംസ് ഉണ്ട്. ഇതിൽ ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു പ്യുവർ ഇലക്ട്രോണിക് സിസ്റ്റമാണ്. ബേസിക്കലി അതിനകത്ത് സെൻസേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ട്, സെൻസേഴ്സ് പല രീതിയിലുള്ള ഡിറ്റക്ഷൻ ഉണ്ട്. വൺ ഈ സ്മോക്ക് ഡിറ്റക്ഷൻ ഉണ്ട്, കെമിക്കൽ സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് സ്മോക്ക് ഡിറ്റക്ട് ചെയ്യുന്ന മെത്തേഡ്. ഇനിയല്ല കെമിക്കൽ അല്ല ഒപ്റ്റിക്കൽ സെൻസേഴ്സ് വെച്ചിട്ട് സ്മോക്ക് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. കെമിക്കൽ സെൻസേഴ്സിനകത്ത് ഈ സെൻസറിനകത്ത് ഈ സ്മോക്ക് വന്നു കഴിയുമ്പോൾ അതിന്റെ അയണൈസേഷന്റെ പാർട്ടായിട്ട് ഇത് സ്മോക്ക് കണ്ടന്റ് ഡിറ്റക്ട് ചെയ്തിട്ട് അലേർട്ട് ചെയ്യും. ഇനിയല്ല ഒപ്റ്റിക്കൽ സെൻസർ ആണെന്നുണ്ടെങ്കിൽ 2 ലൈറ്റ് സെൻസറിന് ഇടയ്ക്കോടെ സ്മോക്ക് പാസ് ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് ഒരു ഒബ്സ്റ്റക്കിൾ, ചെറിയ രീതിയിലുള്ള ഒബ്സ്റ്റക്കിൾ വരുന്നതിന് ബേസ് ചെയ്തിട്ട് സ്മോക്ക് ഡിറ്റക്ട് ചെയ്യുന്ന മെത്തേഡുണ്ട്. ഇനി അടുത്തത് ടെമ്പറേച്ചർ പെർട്ടിക്കുലർ ലെവലിന്റെ മുകളിലേക്ക് പോകുന്ന ഡിറ്റക്ട് ചെയ്യുന്ന സിസ്റ്റംസ് വരുന്നുണ്ട്. അടുത്ത റേറ്റ് ഓഫ് റൈസ് ടെമ്പറേച്ചർ ഡിറ്റക്ഷൻ സിസ്റ്റംസ് ആണ്. റേറ്റ് ഓഫ് റൈസ് എന്ന് പറഞ്ഞാൽ നോർമലി ചിലപ്പോ ഒരു നോർമൽ ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലങ്ങളായിരിക്കും, മിഡിൽ ഈസ്റ്റ് പോലെയുള്ള സ്ഥലങ്ങളായിരിക്കും, അവിടെ ഓൾറെഡി ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ബട്ട് ഈ എക്സിസ്റ്റിംഗ് ടെമ്പറേച്ചർ ഒരു സഡൻ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതൊരു ഫയർ ആയിട്ട് ഡിറ്റക്ട് ചെയ്യും. ഹൈ ടെമ്പറേച്ചർ ആണോ എന്നുള്ളതിലുപരിയായിട്ട് സഡൻ ചേഞ്ച് ഉണ്ടോ എന്നുള്ളതാണ്.
അതിനെ ബേസ് ചെയ്യുന്ന സിസ്റ്റംസ് ഉണ്ട്. അതാണ് ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റംസ് ചെയ്യുന്നത്. എന്നാൽ ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്കലി മെക്കാനിക്കൽ സിസ്റ്റം. നമ്മള് ബിൽഡിങ്ങുകളിൽ പലയിടത്തും കാണുമ്പോൾ നമുക്ക് മുകളിൽ സീലിംഗിൽ കണ്ടിട്ടുണ്ടാവും ചെറിയ ഫ്ലവർ പോലത്തെ ഒരു റെഡ് കളറിലുള്ള ഒരു ഡിവൈസ് കാണാം. ഒരു ഫ്ലവർ പോലെ ഇരിക്കുന്ന അതിനകത്ത് ചെറിയൊരു ഗ്ലാസ് ട്യൂബ് പോലെയും കാണാം. അപ്പൊ പലരുടെയും ധാരണ അത് സെൻസർ ആണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് ആക്ച്വലി നോട്ട് എക്സാക്ട്ലി എ സെൻസർ. ഇതിനകത്ത് ഗ്ലാസ് ട്യൂബ് എന്ന് പറഞ്ഞാൽ ഹൈലി പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്നറ്റ് ഗ്യാസ് വെച്ചിട്ടുള്ള ഗ്ലാസ് ട്യൂബ് ആണ്. ശരിക്കും ഈ ഗ്ലാസ് ട്യൂബ് അതിന്റെ മുകളിലുള്ള ഒരു ചെറിയ മെക്കാനിക്കൽ വാൽവിനെ പ്രസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അതായത് ആ വാൽവ് ഓപ്പൺ ആവാതിരിക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ ഗ്ലാസ് ട്യൂബിനെ. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഈ ട്യൂബിനകത്തുള്ള ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും, ഇത് ബ്രേക്ക് ആവും. ബ്രേക്ക് ആവുന്നതോട് ഗ്ലാസ് ട്യൂബ് അവിടുന്ന് പോകും. അത് പോകുമ്പോൾ അതിന്റെ മുകളിലത്തെ വാൽവ് റിലീസ് ആവും, വെള്ളം സ്പ്രേ ആവും. അതാണ് ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ സിസ്റ്റംസിൽ വരുന്നത്. അപ്പൊ ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ സിസ്റ്റം ഇറ്റ്സ് എ മെക്കാനിക്കൽ സിസ്റ്റം. അപ്പൊ ഇതിനകത്ത് രണ്ട് കേസ് ഉണ്ട്. ഒന്ന് നമ്മൾ രണ്ട് രീതിയിലേക്ക് വെള്ളം വിടുന്നുണ്ട്. ഒന്ന് നല്ല ഹൈറ്റിനകത്ത് ടാങ്ക് വെച്ചിട്ട് അതിനകത്ത് നല്ല പ്രഷറിൽ വെള്ളം നിർത്തുന്ന മെത്തേഡുണ്ട്. ഇനി അടുത്തത് ഗ്രൗണ്ട് ലെവലിൽ തന്നെ ടാങ്ക് വെച്ചിട്ട് ഹൈ പ്രഷറിൽ ഉള്ള കംപ്രഷൻ യൂസ് ചെയ്തിട്ട് ഇതിനെ പ്രഷറൈസ് ചെയ്ത് നിർത്തുന്ന മെത്തേഡുണ്ട്. അപ്പൊ അത് ഏതായാലും ഇതിനെ ഒരു മെക്കാനിക്കൽ സിസ്റ്റം ആയിട്ടാണ് ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ സിസ്റ്റംസിനെ കാണുന്നത്. എന്നാൽ ഫയർ സെൻസിങ് സിസ്റ്റംസ് ഇലക്ട്രോണിക് സിസ്റ്റം ആയിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് ഈസ് ഇലക്ട്രിക്കൽ സർവീസസ്. അപ്പോ ഈ ആദ്യം ഞാൻ പറഞ്ഞ ഈ മെക്കാനിക്കൽ സർവീസസിൽ എവിടെയാണ് BMS റോൾ വരുന്നത് വെച്ചാൽ ഹീറ്റിംഗ് വെന്റിലേഷൻ ഒക്കെ ആവശ്യത്തിന് അതിന്റെ കൺട്രോളിങ്, അതായത് എപ്പോ കൂൾ ചെയ്യണം, എന്തുമാത്രം കൂൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, വെന്റിലേഷൻ എപ്പോ വെന്റിലേഷൻ ഓപ്പൺ ചെയ്യണം, അതുപോലെ തന്നെ വേറെ സിസ്റ്റംസുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ഫോർ എക്സാമ്പിൾ ഫയർ വരുവാണെങ്കിൽ ഇത് ഏതൊക്കെ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യണം. ഫയർ വരുവാണ് അല്ലെങ്കിൽ സ്മോക്ക് വരുവാണെങ്കിൽ വെന്റിലേഷൻ സിസ്റ്റംസ് ടോട്ടൽ ഫുൾ ഇമ്മീഡിയറ്റ്ലി ഓപ്പൺ ആയിട്ട് വെന്റിലേഷൻ സ്റ്റാർട്ട് ചെയ്യണം. കാരണം സ്മോക്ക് ഇതിനകത്ത് കൂടാൻ പാടില്ലാത്തതുകൊണ്ട് സ്മോക്കിനെ ടോട്ടലി വെന്റിലേറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റം വേണം. അപ്പൊ അതുകൊണ്ട് ഇതിനെ ഓട്ടോമേറ്റ് ചെയ്യേണ്ട ഒരു റിക്വയർമെന്റ് വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ സർവീസസ്. ഇലക്ട്രിക്കൽ സർവീസ് ഇലക്ട്രിക്കൽ HT ആയിക്കോട്ടെ LT ആയിട്ട് ഹൈ ടെൻഷൻ ലോ ടെൻഷൻ പവർ ആയാലും നമ്മുടെ നോർമൽ ഇപ്പോ അങ്ങോട്ടേക്ക് വരുന്ന സബ്സ്റ്റേഷനിലേക്ക് വരുന്ന പവർ ആയിക്കോട്ടെ അതിനുശേഷമുള്ള ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ആയിക്കോട്ടെ ഇതിന്റെ കൺട്രോൾസും മാനേജ്മെന്റ് മീൻസ് നമ്മുടെ വീടുകളിലുണ്ട് ELCB, BB പോലെയുള്ള MCB പോലെയുള്ള ഡിവൈസുകളുണ്ട്. അത് ഒന്ന് ട്രിപ്പ് അയക്കാൻ നമ്മൾ പോയി നോക്കിയിട്ട് എന്താണെന്ന് കണ്ടുപിടിച്ച് ഓൺ ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ ഈ BMSലേക്ക് വന്നപ്പോൾ ഈ സിസ്റ്റംസ് ടോട്ടലി മോണിറ്റേർഡ് ആയിരിക്കും. ഒരു സ്കാനർ സിസ്റ്റം വെച്ചിട്ട് ടോട്ടലി മോണിറ്റേർഡ് ആയിരിക്കും. എവിടെ പവർ ഉണ്ട്, എവിടെ പവർ ഇല്ല, ഏത് സെക്ഷനിലാണ് പവറിന് പ്രോബ്ലം ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ അറിയാനും ഈവൻ എവിടെയെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്ന് കണ്ട അതിനെ റിമോട്ട്ലി കട്ട് ഓഫ് ചെയ്യാൻ, റിമോട്ട്ലി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ഇൻ കേസ് ഓഫ് ഫയർ നമുക്ക് ചിലപ്പോൾ ചില ഏരിയയിലേക്കുള്ള പവർ കട്ട് ഓഫ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ ഇത് ഫയർ വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ചെയ്യാനായിട്ട് പ്രോഗ്രാം ചെയ്യാം. അപ്പൊ ആ സെക്ഷൻസിലേക്കുള്ള ലൈൻസ് റിലേസ് വെച്ചിട്ട് കട്ട് ഓഫ് ചെയ്യും. റിലേസ് കോൺടാക്ടേഴ്സും വെച്ചിട്ട് കട്ട് ഓഫ് ചെയ്യും. അതുപോലെ മേക്ക് ആൻഡ് ബ്രേക്ക് സർക്യൂട്ട്സ് റിലേയും കോൺടാക്ടേഴ്സും വെച്ചിട്ട് പല കേസുകളിൽ നമുക്ക് പവർ വേണ്ടതോ വേണ്ടാത്തോ എപ്പോഴാണെന്നുള്ള അനുസരിച്ച് അതിന്റെ കൺട്രോൾ പോസിബിൾ ആണ്. അവിടെ ട്രാൻസ്ഫോർമേഴ്സ് ഉണ്ടെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ മോണിറ്ററിംഗ്, അതുപോലെ തന്നെ ജനറേറ്ററിന്റെ മോണിറ്ററിംഗ്, സ്വിച്ച് ഓവർ, അതായത് പവർ പോകുമ്പോൾ അതിന്റെ സ്വിച്ച് ഓവർ, ചിലപ്പോൾ മൾട്ടിപ്പിൾ ജനറേറ്റേഴ്സ് കാണാം, റിഡൻഡൻസി ഉണ്ടാവും, അല്ലെങ്കിൽ UPS ഉണ്ടാവും. ഇത് തമ്മിലുള്ള സ്വിച്ചിങ് കാര്യങ്ങൾ, ഇതിന്റെ മോണിറ്ററിംഗ് ഇൻക്ലൂഡിംഗ് ബാറ്ററിയുടെ മോണിറ്ററിംഗ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അതിനകത്ത് വരും. ദെൻ ലൈറ്റിംഗ് കൺട്രോൾസ് എന്ന് പറയുന്നത് ബിഗർ ബിൽഡിംഗ്സ് അല്ല സ്മോളർ ബിൽഡിംഗ്സിൽ വരുന്ന ലൈറ്റിംഗ് കൺട്രോൾസ്, ടൈം ബേസ്ഡ് ആയിട്ടുള്ള ലൈറ്റിംഗ്, അല്ലെങ്കിൽ ആൾക്കാരുടെ പ്രസൻസ് ഉള്ളപ്പോൾ മാത്രം ലൈറ്റ് ഓൺ ആവുക എന്നുള്ള രീതിയിലുള്ള സിസ്റ്റംസ് ഉണ്ട്. എർത്തിങ് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ, ലൈറ്റിംഗ് ഒരു പെർട്ടിക്കുലർ ലെവലിന്റെ മുകളിലേക്ക് ആവുകയാണെങ്കിൽ അകത്ത് സർക്യൂട്ട് ഐസൊലേറ്റ് ചെയ്യുന്ന രീതിയിൽ കട്ട് ഓഫ് ചെയ്യുന്ന രീതിയിലുള്ള സിസ്റ്റംസ് ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഇലക്ട്രിക്കൽ സർവീസസിൽ വരും. പ്ലംബിംഗ് സർവീസസ്, ഡൊമസ്റ്റിക് വാട്ടർ സിസ്റ്റം, അതായത് നമുക്ക് അകത്തേക്ക് വരുന്ന കുടിക്കാനുള്ള വെള്ളമായിക്കോട്ടെ അല്ലെങ്കിൽ ഫ്ലഷിങ്ങിനുള്ളതായിക്കോട്ടെ കുടിക്കാനുള്ളതായിക്കോട്ടെ അങ്ങനത്തെ വെള്ളമാക്കാൻ വരും. സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ് സിസ്റ്റം, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം, ഈ കാര്യങ്ങളെല്ലാം പ്ലംബിംഗ് സിസ്റ്റംസിൽ വരും. ഈ പ്ലംബിങ്ങിൽ വെള്ളത്തിന്റെ ഫ്ലോ എന്തുമാത്രമുണ്ട്, എവിടെയെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്, ടാങ്കുകളിൽ വെള്ളം ആവശ്യത്തിനുണ്ടോ, ലീക്കേജ് എവിടെയെങ്കിലും ഉണ്ട്, ഈ കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യുന്നത് മാനേജ് ചെയ്യുന്നു. മാനേജ്മെന്റ് എന്ന് പറയുന്നത് വാൽവുകൾ വെച്ച്, സോളിനോയിഡ് വാൽവ്സ് വെച്ചിട്ട്
ഈ ലൈനുകൾ വേണം നമുക്ക് കട്ട് ഓഫ് ചെയ്യാനും അല്ലെങ്കിൽ വേറെ ഡയറക്ഷനിലേക്ക് ഡൈവേർട്ട് ചെയ്യാനും ഒക്കെ ഉള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതാണ് പ്ലംബിംഗ് സർവീസസ് വരുന്നത്. അപ്പൊ ബേസിക്കലി ഞാൻ പറഞ്ഞ BMS-നകത്ത് ഹോം ഓട്ടോമേഷന് ആയിട്ടുള്ള ഒരു മേജർ ഡിഫറൻസ് വരുന്ന ഒരു പോയിന്റാണ് HVAC MEP-യുടെ ഇൻക്ലൂഷൻ. ഹോം ഓട്ടോമേഷൻ ചെറിയ വീടുകളിലേക്കുള്ള ഓട്ടോമേഷൻ ആണ് കൂടുതലായിട്ട് വരുന്നതെങ്കിൽ മറ്റവിടെ വരുമ്പോൾ ബിഗർ ബിൽഡിംഗ്സ് ആണ്. അവിടെ മേജർ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്ന HVAC MEP കൺട്രോൾസ് ആണ്. ഈ രണ്ടിടത്ത് യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് വ്യത്യാസമുണ്ട്. കാരണം ഹോം ഓട്ടോമേഷനിൽ കുറച്ച് ഡിവൈസുകളെയും ലൈറ്റുകളെയും കൺട്രോൾ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ BMS ഹ്യൂജ് നമ്പർ ഓഫ് ഡിവൈസുകളെ കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനുമുള്ള ഒരു ബിഗർ സിസ്റ്റം ആയിരിക്കും BMS-നകത്ത് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട് ELV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ELV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ലോ വോൾട്ടേജ് എന്നുള്ളതാണ് ബേസിക് മീനിങ്. ഈ ELV സിസ്റ്റംസ് ജനറലി യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു ബിൽഡിംഗിൽ യൂസ് ചെയ്യുന്ന ലോ വോൾട്ടേജ് സിസ്റ്റം, എക്സ്ട്രാ ലോ വോൾട്ടേജ് സിസ്റ്റം 50 വോൾട്ട് RMS-ന്റെ താഴത്തേക്കുള്ള വോൾട്ടേജ്, വെദർ AC ആവാം DC ആവാം, കൂടുതലും DC ആയിരിക്കും. 48 വോൾട്ട് DC, 12 വോൾട്ട് DC, 24 വോൾട്ട് DC പോലെയുള്ള DC പവർ സോഴ്സുകളായിരിക്കും കൂടുതൽ വരുന്നത്. ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിംഗിൽ വരുന്ന സെക്യൂരിറ്റി സിസ്റ്റംസ് വരുന്നുണ്ടാവും, അതുപോലെ തന്നെ ആക്സസ് കൺട്രോൾ സിസ്റ്റംസ് വരുന്നുണ്ടാവും, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് വരുന്നുണ്ടാവും. ഈ പറഞ്ഞ ഓട്ടോമേഷന്റെ കൺട്രോൾസ് എല്ലാം ELV-യിലാണ് വരുന്നത്. ഓട്ടോമേഷന്റെ കൺട്രോൾ സിസ്റ്റംസ് എല്ലാം ഈ പറഞ്ഞ വോൾട്ടേജ് റേഞ്ച് ആയതുകൊണ്ട് അതിനെ ജനറലി ELV-യിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഞാൻ ഇപ്പൊ ഈ പേരുകൾ എടുത്ത് പറയാൻ കാരണം രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ELV എന്ന് പറയുമ്പോൾ പലർക്കും എന്താണെന്ന് മനസ്സിലായി. ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ടായാലും ELV എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഞാനിപ്പോ ജോബ് വേക്കൻസീസ് ELV എന്ന് കാണുമ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. എന്നാൽ ഹോം ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. ബട്ട് ഹോം ഓട്ടോമേഷനും സെക്യൂരിറ്റി സിസ്റ്റംസും നോർമലി രണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. ഹോം ഓട്ടോമേഷൻ സിസ്റ്റം ഒന്ന്, സെക്യൂരിറ്റി സിസ്റ്റം വേറെ, ക്യാമറാസ് ഒക്കെ വേറെ ആയിട്ട് കൺസിഡർ ചെയ്യണം, CCTV എന്ന് പറഞ്ഞ വേറെ ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യണം. എന്നാൽ ELV എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ആയിട്ട് അടിയിൽ വരും. ELV എന്ന് ജനറലി ഉദ്ദേശിക്കുമ്പോൾ ഈ വർക്കുകളെല്ലാം ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. PA സിസ്റ്റംസ് അഥവാ പബ്ലിക് അഡ്രസ്, നമ്മുടെ കോളേജിലൊക്കെയുള്ള മൈക്കും സ്പീക്കറിന്റെയും പോലെയുള്ള സിസ്റ്റംസ് അതെല്ലാം വരും, ELV സിസ്റ്റംസിനകത്ത് വരും. ഹോം ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ ഒരു വീട്ടിലെ ഓട്ടോമേഷൻ മാത്രമേ വരുള്ളൂ, ക്യാമറ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യപ്പെടാതിരിക്കാൻ. BMS വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഒരു ബിഗർ ലെവലിലാണ്, ഒരു കോർപ്പറേറ്റ് ലെവലിലുള്ള ഇന്റഗ്രേഷൻ കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ ഇൻവോൾവ്മെന്റും കാര്യങ്ങളും അതിന്റെ പ്ലാനിങ്ങും ഡിസൈനും എല്ലാം കുറെ കൂടി ബിഗർ സ്കെയിലാണ് വരുന്നത്. ഫൈനൽ എങ്കിലും ഹോം ഓട്ടോമേഷൻ പഠിച്ചാൽ നേരെ BMS ചെയ്യാൻ പറ്റുമോ എന്നൊരു പ്രശ്നമുണ്ട്. നേരെ ചെയ്യാൻ പറ്റും, കാരണം അതിന്റെ രണ്ട് ലെവൽ ഓഫ് കൺട്രോളേഴ്സ് ആണ്. BMS വരുമ്പോൾ നമ്മൾ സ്കാനർ പോലെയുള്ള സിസ്റ്റംസ്, അതായത് ഇൻസ്ട്രുമെന്റേഷനകത്ത് വരുന്ന കുറെ കാര്യങ്ങൾ എലമെന്റ്സ് വരുന്നുണ്ട്. ഇതിൽ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിനകത്ത് പലരും ചോദിക്കാണ്ട് ഇത് ഏത് ബ്രാഞ്ചുകാർക്കൊക്കെയാണ് വരുന്നതെന്നുള്ളത്. ഈ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇതിനകത്ത് ഞാനിപ്പോ താഴത്തേക്ക് വരുമ്പോൾ അറിയാം, നിങ്ങൾ ഇൻവോൾവ് ചെയ്യുന്ന പല ഫീൽഡ്, ഇലക്ട്രിക്കൽ വരുന്നുണ്ട്, ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്, ഇൻസ്ട്രുമെന്റേഷൻ വരുന്നുണ്ട്, മെക്കാനിക്കൽ വരുന്നുണ്ട്, ഇതിന് സിവിലിന്റെ പോർഷൻസ് വരുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിൽ പലരുടെയും ശരിക്കും ഒരു ഇന്റർഡിസിപ്ലിനറി ഫീൽഡാണ്. നമ്മൾക്ക് ഓൾറെഡി കോഴ്സിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് പുറമെ നമ്മൾ അഡീഷണൽ ഏത് ഫീൽഡിലേക്കാണെങ്കിലും നമ്മൾ പഠിക്കേണ്ടതായിട്ട് തന്നെ വരും. BMS-ന്റെ പാർട്ടായിട്ട് തന്നെ പറയാറുള്ളതാണ് നെറ്റ്വർക്കിംഗ്. നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പോൾ വയേർഡും വയർലെസ്സുമായിട്ടുള്ള നെറ്റ്വർക്കിംഗ് ആണ്. വയേർഡും വയർലെസ്സും ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ്, നെറ്റ്വർക്കിംഗ് തന്നെ നമുക്ക് കോപ്പർ നെറ്റ്വർക്ക്സ് ഉണ്ട്, അതായത് കാറ്റ്സിക്സ് കേബിളുകൾ പോലെയുള്ള കേബിൾസ് യൂസ് ചെയ്തിട്ട് വയർലെസ് വരുന്നുണ്ട്. പിന്നെയുള്ള ഒപ്റ്റിക് ഫൈബർ ഇപ്പൊ ബിഗർ ബിൽഡിംഗ്സിലൊക്കെയാണ്, പ്രത്യേകിച്ച് ഇപ്പൊ മൾട്ടി ഫ്ലോറുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഫൈബർ നെറ്റ്വർക്ക്സ് വഴിയാണ് കൂടുതലായിട്ടും പോകുന്നത്. ഇപ്പൊ ഫൈബർ നെറ്റ്വർക്ക്സ് വരുന്നുണ്ട്. ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ഇത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഇത് വരുന്നുണ്ട്, നെറ്റ്വർക്ക് സ്വിച്ചിങ് വരുന്നുണ്ട്, ഫെയിൽ ഓവർ നെറ്റ്വർക്കിംഗ്, അതായത് നമുക്ക് ഒരു നെറ്റ്വർക്ക് ഫെയിൽ ആക്കി അല്ലെങ്കിൽ നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നെറ്റ് കണക്ഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ അടുത്തയിലേക്ക് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ഓവർ ആയി. UPS പോലെ UPS പവർ ചേഞ്ച് ഓവർ ചെയ്യുന്ന പോലെ തന്നെ നെറ്റ് കണക്ടിവിറ്റി ചേഞ്ച് ഓവർ ചെയ്യുന്ന സിസ്റ്റംസ് വരുന്നുണ്ട്. ലോഡ് ബാലൻസിങ്, അതായത് ഹെവി നെറ്റ്വർക്ക് യൂസേജ് ഉള്ള സ്ഥലത്താണ് പല നെറ്റ്വർക്ക് കണക്ഷൻസ്, ഇന്റർനെറ്റ് കണക്ഷൻസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം തമ്മിൽ ഷെയർ ചെയ്തിട്ട് എല്ലാത്തിലേക്കും ലോഡ് ഷെയർ ചെയ്ത് ചെയ്യുന്ന രീതിയിൽ ലോഡ് ബാലൻസിങ് അതുപോലെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. സെർവേഴ്സ് നെറ്റ്വർക്കിംഗിന്റെ ആക്റ്റീവ് സൈഡാണ്. ഇപ്പൊ ഇനീഷ്യലി ഞാൻ പറഞ്ഞ നെറ്റ്വർക്കിംഗിനകത്ത് ഈ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ കേബിളിങ്ങും അതിന്റെ നെറ്റ്വർക്ക് സ്വിച്ചസും അതിന്റെ ഇൻസ്റ്റലേഷൻസ്, അതായത് നെറ്റ്വർക്ക് റാക്കിന്റെ ഇൻസ്റ്റലേഷൻസ് വരുന്നുണ്ട്, നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡിസൈനിങ് വരുന്നുണ്ട്, അതിന്റെ ഇംപ്ലിമെന്റേഷൻ വരുന്നുണ്ട്. അതിൽ ഈ സ്വിച്ചസ് കാര്യങ്ങളെല്ലാം വരുന്നത് ബേസിക്കലി പാസീവ് നെറ്റ്വർക്ക് എന്നുള്ള രീതിയിലാണ്. ആക്റ്റീവ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ
അതിനകത്ത് ആക്റ്റീവ് പാർട്ട് എന്ന് പറയുന്ന ഫയർവാൾസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഡിവൈസുകൾ ഉണ്ട്. NAS നെറ്റ്വർക്ക് ആക്സസ് സ്റ്റോറേജ് ബാക്കപ്പിന് വേണ്ടിയിട്ട് സെൻട്രലൈസ്ഡ് ആയിട്ട് വെക്കുന്ന സിസ്റ്റംസ് വരുന്നുണ്ട്. സെർവേഴ്സ് വരുന്നുണ്ട്, മെയിൽ സെർവേഴ്സ്, പ്രിന്റ് സെർവേഴ്സ്, ഡാറ്റാബേസ് സെർവേഴ്സ്, അങ്ങനെ പല സെർവേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. ആ കാര്യങ്ങൾ വരുന്നുണ്ട്. അല്ല ഇതപ്പോ IT-യുടെ ഫീൽഡ് അല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. IT-യിലുള്ളതാണ് ഇത്. ഞാൻ പറഞ്ഞ ഇതെല്ലാം ഇന്റർഡിസിപ്ലിനറി ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഒരു കൺവെർജൻസ് വരുന്ന ഏരിയാസ് ആണ്. നെറ്റ്വർക്കിംഗ് ഈസ് ബേസിക്കലി നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഏരിയ ആണ് എന്ന് പറയാമെങ്കിലും അത് IT ഏരിയയും ആണ്, കമ്പ്യൂട്ടർ സയൻസ് ഏരിയയുമാണ്. അപ്പോ ഇതിൽ ഈ പറഞ്ഞ പോലെ ഇന്ന ബ്രാഞ്ചിൽ പഠിച്ചവരെ ഈ ഫീൽഡിലേക്ക് പോകാവുള്ളൂ എന്നൊന്നുമില്ല. ഈ മാത്രമല്ല നെറ്റ്വർക്കിംഗിലേക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും ഇതൊന്നുമല്ല പ്യുവർ മെക്കാനിക്കലി സിവിൽ എഞ്ചിനീയറിംഗിലുള്ളവരും ഒക്കെ പോകുന്ന ഏരിയാസ് തന്നെയാണ് നെറ്റ്വർക്കിംഗ്. ഇതില് ഞാൻ ആദ്യം പറഞ്ഞ ഇപ്പൊ BMS എന്ന് പറയുന്നത് ബിഗർ ഏരിയ ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ അതിനകത്ത് സബ് ഏരിയാസ് ആയിട്ട് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നെറ്റ്വർക്കിംഗ് ഇറ്റ്സെൽഫ് ഈസ് എ വെരി ബിഗ് വാസ്റ്റ് ഏരിയ. അപ്പൊ അത് തന്നെ എടുക്കാം. BMS ഏരിയയിലേക്ക് പോയാലാണ് നെറ്റ്വർക്കിംഗിലേക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് പോയാൽ BMS-ലേക്ക് പോകണം എന്നൊന്നുമില്ല. ഇത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന എൻറ്റിറ്റീസ് കൂടിയാണ്. ഞാൻ ELV സിസ്റ്റംസിന്റെ കേസും പറയും. അതുപോലെ ഹോം ഓട്ടോമേഷനിലേക്ക് എന്തൊക്കെ വരുന്നു, ഇതിലെല്ലാം കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. BMS-നകത്ത് ELV-യുടെ അകത്ത് ഹോം ഓട്ടോമേഷനായിട്ട് കോമൺലി വരുന്ന മറ്റു കുറെ കാര്യങ്ങൾ. ലൈറ്റിംഗ് ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ട്. ഒന്ന്, രാത്രിയാവുമ്പോൾ തന്നെ ലൈറ്റ് കത്തുക. ഇനിയല്ല, രാത്രിയാവുകയും ആൾ അതിലെ വരികയും അത് ഡാർക്ക്നെസ് ഉണ്ടാവുകയും ആൾ അതിലെ പാസ് ചെയ്യുകയാണെങ്കിൽ മാത്രം ലൈറ്റ് കത്തുക എന്നുള്ള രീതിയിൽ സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള സിസ്റ്റം. ഇതല്ലാതെ നമുക്ക് നമ്മുടെ ഹോം ഓട്ടോമേഷൻ ഒരു മെയിൻ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട്. അങ്ങനെ കണക്റ്റഡ് സിസ്റ്റംസ് ആവുമ്പോൾ അഡ്വാൻറ്റേജ് നമുക്ക് ഒരു ടൈമർ ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം, ടൈമർ സ്റ്റാൻഡ് അലോൺ ടൈമേഴ്സ് ഉണ്ട്. അല്ലാതെ നമുക്ക് ഒരു മൊബൈൽ ആപ്പ് വഴി അല്ലെങ്കിൽ ഒരു വെബ് ബേസ്ഡ് ആപ്പ് വഴി കൺട്രോൾ ചെയ്യാവുന്ന, നമുക്ക് ടൈം സെറ്റ് ചെയ്യാം. ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ ഓൺ ആയിരിക്കണം എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്ന രീതിയിൽ ചെയ്യാം. റിമോട്ട്ലി കൺട്രോൾ ചെയ്യാം, മൊബൈൽ ആപ്പുകൾ വഴി കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ സിസ്റ്റം. ഇനി അല്ലെങ്കിൽ കണ്ടീഷൻ ബേസ് ചെയ്ത്, സേ ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ റൂമിൽ ആളെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലെ എല്ലാ ലൈറ്റുകളും കത്തണം, അല്ലെങ്കിൽ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ വെളിയിലുള്ള ലൈറ്റുകൾ കത്തണം എന്നുള്ള രീതിയിൽ ഉള്ള കൺട്രോൾസ് ആണ് ലൈറ്റിംഗ് ഓട്ടോമേഷൻ. ഇനി അതല്ല മൂഡ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞതാണ്. അതായത് ഇപ്പൊ നിങ്ങൾ TV റൂമിനകത്ത് ഫാമിലി എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ ഉള്ള ലൈറ്റിംഗ് ആയിരിക്കില്ല മൂവി കാണുമ്പോൾ. എന്നാൽ അതല്ല, ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അഡീഷണൽ കുറെ ലൈറ്റിംഗ് കൂടി ഇടുന്നു. അപ്പൊ അങ്ങനെ എന്ത് കണ്ടീഷൻ ആയിരുന്ന നമുക്ക് ലൈറ്റിംഗ് ചേഞ്ച് ചെയ്യാം, ലൈറ്റിംഗിന്റെ ഇന്റൻസിറ്റി, ലൈറ്റിംഗിന്റെ കളർ വരെ ചേഞ്ച് ചെയ്യാവുന്ന സിസ്റ്റംസ് ആണ് ലൈറ്റിംഗ് ഓട്ടോമേഷനിലേക്ക് വരുന്നത്. ഗേറ്റ് ഓട്ടോമേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഗേറ്റ് ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ ഗേറ്റ് നമുക്ക് റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാം. ഇനി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വെഹിക്കിളിന്റെ പ്രസൻസ് വരുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്യാം. അതായത് ഇപ്പോ പറയുകയാണെങ്കിൽ എന്റെ വണ്ടിയുടെ അകത്ത് ഒരു RF ടാഗ് ഉണ്ടെങ്കിൽ ഈ RF ടാഗ് ഈ ഗേറ്റിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ഗേറ്റ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. അപ്പൊ ആ ടാഗ് അതിനകത്ത് അപ്രൂവ്ഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള ടാഗുകൾ വരുമ്പോൾ മാത്രം ഗേറ്റ് ഓപ്പൺ ആവുന്ന രീതിയിലായിട്ടുള്ള സെറ്റ് ചെയ്യുന്നതാണ് ഗേറ്റ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഇനി അത് മാത്രമല്ല, നമ്പർ പ്ലേറ്റ് റീഡ് ചെയ്തിട്ട് ക്യാമറ നമ്പർ പ്ലേറ്റ് റീഡ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുന്ന രീതിയിലുള്ള സിസ്റ്റംസും ആ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. Roller shutter automation, exactly like gate, except that the physical structure is a roller shutter. Then curtains and blinds automation. നമ്മുടെ കർട്ടൻസും വെർട്ടിക്കൽ ബ്ലൈൻഡ്സോ ഹൊറിസോണ്ടൽ ബ്ലൈൻഡ്സോ ഓപ്പൺ ചെയ്യാനായിട്ട് രാവിലെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ചെയ്യുന്ന അല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിലുള്ള സിസ്റ്റംസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഈ ഇത് രാവിലെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും, അല്ലെങ്കിൽ നമുക്ക് ഓരോ കണ്ടീഷൻസ് പറയാം, അതിന് ബേസ് ചെയ്തിട്ട് ഓപ്പൺ ആവുന്ന രീതിയിലുള്ള സിസ്റ്റംസ് ഇതും ഹോം ഓട്ടോമേഷന്റെ പാർട്ടായിട്ട് വരുന്നത്. ഇനി അടുത്ത ELV-യുടെ അകത്ത് ജനറലി വരുന്ന ഹോം ഓട്ടോമേഷന്റെ പാർട്ട് BMS-ന്റെ പാർട്ടുമായിട്ട് വരുന്ന കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആദ്യം എല്ലാവരും പറയാറുള്ളതാണ് വീഡിയോ സർവൈലൻസ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ക്യാമറാസ്. സെക്യൂരിറ്റി ക്യാമറ എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കലി രണ്ട് പർപ്പസ് ആണ് എപ്പോഴും പറയാറുള്ളത്. വൺ ഈസ് ലൈവ് മോണിറ്ററിംഗ്, എന്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അറിയാനായിട്ട്. അത് നമുക്ക് ആ ബിൽഡിങ്ങിന് അകത്തിരുന്നിട്ടോ അല്ലെങ്കിൽ ലോകത്തിൽ എവിടെ ഇരുന്നിട്ടോ മോണിറ്റർ ചെയ്യാനുള്ള സിസ്റ്റംസ്. ഇനി അതുപോലെ എവിഡൻസ് കളക്ഷൻ ആണ് അടുത്തത്. അതായത് ശരിക്കും എന്തെങ്കിലും സംഭവിച്ചു, എപ്പോ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, ആര് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ അറിയാനുള്ളതാണ് വീഡിയോ സർവൈലൻസ് സൊല്യൂഷൻ. അതാണ് ബേസിക്കലി ഇരുന്നെങ്കിലും ഇപ്പോൾ വീഡിയോ സർവൈലൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മുമ്പോട്ട് കടന്നു പോയിരിക്കുന്നു. ഇപ്പൊ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇന്റലിജന്റ് ആയിട്ട് ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ റീറ്റെയിൽ ഷോപ്പിലാണെങ്കിൽ എത്ര പേര് അവിടെ കടന്നു വന്നിട്ടുണ്ട്, ഈ കടന്നു വന്നതിൽ മെയിൽ എത്ര ഉണ്ട്, ഫീമെയിൽ എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ.
അതിന് പുറമെ ഇത് വീഡിയോ അനലിറ്റിക്സ് വെച്ചിട്ട് അൽഗോരിതംസ് വെച്ച് കണ്ടുപിടിക്കുന്നതാണ്. മെയിൽ ആണോ ഫീമെയിൽ ആണോ ഫേഷ്യൽ അനാറ്റമി വെച്ച് കണ്ടുപിടിക്കുക. അതിന് പുറമെ ഏജ് റേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഏത് ഏജ് റേഞ്ചിലുള്ള ആളാണ് ഈ വന്നിരിക്കുന്നത് എന്ന്. അപ്പൊ നമുക്ക് ഒരു റീറ്റെയിൽ ഷോപ്പിലാണെങ്കിൽ കറക്റ്റ് അറിയാൻ പറ്റും ഇവിടെ വരുന്നത് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരാണ്, ഏത് ദിവസം ഏത് സമയത്താണ് കൂടുതൽ ഇങ്ങനത്തെ ആൾക്കാർ വരുന്നത്. ഈ ഡാറ്റ കംപ്ലീറ്റ്ലി എടുത്തിട്ട് ഒരു ബിസിനസ് അനാലിറ്റിക്സ് പർപ്പസിലേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഹീറ്റ് മാപ്പിംഗ് സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ റീറ്റെയിൽ സ്റ്റോറിൽ കൂടുതൽ ആൾക്കാർ നിൽക്കുന്ന ഏരിയാസ് എവിടെയൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് അവിടെ സ്റ്റാഫിനെ ഡിപ്ലോയ് ചെയ്യാൻ അല്ലെങ്കിൽ അവിടെയുള്ള ഡിസ്പ്ലേ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആവും. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എവിടെയെങ്കിലും തിരക്ക് കൂടുതലുണ്ടോ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കൊറോണയുടെ ടൈമിലാണെങ്കിൽ ഒരു ബിൽഡിങ്ങിനകത്ത് ആൾക്കാർ കൂടി നിൽക്കുന്ന ഏരിയാസ് ഉണ്ടോ എന്നുള്ള കണ്ടുപിടിക്കാൻ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഈ കാണുന്ന ഇമേജിൽ കാണുന്ന പോലെ ഇതിനകത്ത് റെഡ് മാർക്ക് ആയിട്ടുള്ള പോർഷൻസ് എന്ന് പറഞ്ഞാൽ ഹൈ ഇന്റൻസിറ്റി കൂടുതൽ ആൾക്കാരുള്ള, അപ്പൊ അങ്ങനത്തെ ഏരിയാസ് അലർട്ട് കിട്ടുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പ്രോസസ് ഫ്ലോ മോണിറ്ററിംഗ്, ഒരു ഇൻഡസ്ട്രിയുടെ അകത്തായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ സ്റ്റോറോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഒരു പ്രോസസ് ഫ്ലോ ഓർഡറിലാണ് ഫ്ലോ, നമ്മൾ ഒരു മെഷീൻസ് അല്ലെങ്കിൽ ഇപ്പോ എന്തെങ്കിലും ഐറ്റംസ് ആയിക്കോട്ടെ ആൾക്കാരായിട്ട് ഓർഡർ ഫ്ലോ ചെയ്യേണ്ട അല്ലെങ്കിൽ മൂവ് ചെയ്യേണ്ട ഓർഡർ ഒരു പെർട്ടിക്കുലർ ഓർഡർ ഉണ്ട്. ആ ഓർഡർ മിസ്റ്റേക്ക് വന്ന് ഞാൻ ചെക്ക് ചെയ്യാം. അതിന് പുറമെ നമ്മളിപ്പോ ഒരു ടേക്ക് അവേ ഫുഡ് ടേക്ക് അവേ കൗണ്ടറിൽ വെയിറ്റ് ചെയ്യാനായിരിക്കും. അപ്പൊ അവിടെ ക്യൂവിൽ ആൾക്കാർ എത്ര നേരം നിൽക്കുന്നുണ്ട്. ആ കമ്പനിയുടെ പോളിസി 5 മിനിറ്റിന് മുകളിൽ ഒരാൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ക്യൂവിൽ നിൽക്കാൻ പാടില്ല എന്നുള്ളതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ 5 മിനിറ്റിന് മുകളിലായ സൂപ്പർവൈസേഴ്സിന് അലേർട്ട് കിട്ടുന്ന രീതിയിലുള്ള സിസ്റ്റംസ് ഉണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ വീഡിയോ അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എടുത്ത് പറയാൻ കാരണം വീഡിയോ അനലിറ്റിക്സിനകത്ത് അനന്തമായ ജോബ് പോസിബിലിറ്റീസ് ഉണ്ട്. അതായത് ഇതിപ്പോ ക്യാമറ ഇൻസ്റ്റലേഷൻ എന്നുള്ള മാത്രമല്ല, ഇതിനകത്ത് ഈ രീതിയിലുള്ള ഐഡന്റിഫിക്കേഷൻ, ഇതൊക്കെ ബേസിക്കലി ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് ഉണ്ട്. അല്ലാതെ DSP ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന പേര് ഡിഗ്രി സ്റ്റോപ്പിംഗ് പേപ്പർ എന്നോ അല്ലെങ്കിൽ ഡെഫിനറ്റ് സപ്ലിമെന്ററി പേപ്പർ എന്നായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് പേരെന്ന് അറിയില്ല. എനിവേ അതിന്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആ സൈഡിലേക്ക് വരുന്നതാണ് ഇമേജ് പ്രോസസ്സിംഗ്. ഈ ഇമേജ് പ്രോസസ്സിംഗ് വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിനകത്ത് അനന്തമായ സാധ്യതകളുണ്ട്. വളരെ ഗ്രോയിങ് ഫീൽഡാണ്. നിങ്ങൾക്ക് പല രീതിയിൽ ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ വെഹിക്കിൾ നമ്പർ പ്ലേറ്റ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഇമേജ് പ്രോസസ്സിംഗിൽ വരുന്നതാണ്. ഇനി അതിലൊരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയുടെ അകത്ത് അതിന്റെ കമ്പയറബിലിറ്റിക്കോടെ പോകുന്ന ഒബ്ജക്ട്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ള ഒരു ഒബ്ജക്റ്റ് പോവാണെങ്കിൽ അത് കണ്ടുപിടിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ സേഫ്റ്റി റിക്വയർമെന്റ്സ് ഉള്ള സ്ഥലത്ത് സേഫ്റ്റി ഹെൽമെറ്റ് ഇട്ടിട്ട് മാത്രമേ ഒരു സൈറ്റിലേക്ക് വർക്ക് സൈറ്റിലേക്ക് കടക്കാവുള്ളൂ എന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഹെൽമെറ്റ് ഇടാതെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട്. ഈവൻ നമ്മുടെ റോട്ടിൽ കൂടെ പോകുന്ന ബൈക്കിനകത്ത് ഹെൽമെറ്റ് ഇല്ലാതെ ആൾക്കാർ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കൈ പിടിച്ചിരിക്കുന്ന ആൾക്കാരെ ഡിറ്റക്ട് ചെയ്യുന്നത് ബേസിക്കലി ഈ വീഡിയോ അനലിറ്റിക്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഇമേജ് പ്രോസസ്സിംഗിന്റെ ഏരിയാസ് ആണ് വരുന്നത്. ഇതിനകത്തേക്ക് വരുമ്പോൾ വേണ്ട സ്കിൽസ് ഈ പറഞ്ഞ പോലെ മാത്തമാറ്റിക്കൽ സ്കിൽസ് വേണം, പ്രോഗ്രാമിംഗ് സ്കിൽസ് വേണം, അൽഗോരിതം ഡെവലപ്പ് ചെയ്യാനുള്ള സ്കിൽസ്, ഈ കാര്യങ്ങളാണ് അതിലേക്ക് വേണ്ടി വരുന്നത്. ഫേസ് റെക്കഗ്നിഷൻ ക്യാമറ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇപ്പോ ക്യാമറാസ് ഇപ്പോ നമ്മുടെ സെക്യൂരിറ്റി ക്യാമറാസ് തന്നെ ഫേസ് ഡിറ്റക്ട് ചെയ്തിട്ട് ഓൾറെഡി അതിനകത്ത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. വേണമെങ്കിൽ നമുക്ക് ആൾക്കാരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാം. ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾ വരെയാണ് നമുക്ക് അലേർട്ട് കിട്ടുന്ന രീതിയിലുള്ള സിസ്റ്റംസ് ഉണ്ട്. അതുപോലെ അല്ലെങ്കിൽ ഒരു VIP വരെയാണ്, ഒരു ഓഫീസിലേക്ക് ഒരു VIP വരെയാണ്, അയാളുടെ ഫേസ് അവിടെ ഡിറ്റക്ട് ചെയ്താൽ തന്നെ ഇമ്മീഡിയറ്റ്ലി അതായത് സുപ്പീരിയർ ഓഫീസറിനെ അറിയിക്കാൻ ഇങ്ങനെ ഒരു VIP വരുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിക്കാം. ആ രീതിയിലൊക്കെ ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റംസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് വരുന്ന സെക്യൂരിറ്റി അലാംസ് ആണ്. കാരണം ക്യാമറാസ് നോർമലി ഞാൻ പറഞ്ഞു എല്ലാവരുടെയും മനസ്സിൽ സെക്യൂരിറ്റി സിസ്റ്റം എന്ന് പറയുമ്പോൾ ക്യാമറയാണ് ആദ്യം വരുന്നതെങ്കിൽ ക്യാമറ ബേസ് ചെയ്യുന്ന ലൈവ് മോണിറ്ററിംഗും പോസ്റ്റ് ഇവന്റ് അനാലിസിസുമാണ്. ശരിക്കും ഒരു സെക്യൂരിറ്റി ത്രെറ്റിനെ ഓവർകം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു കള്ളൻ നമ്മുടെ വീട്ടിൽ കയറാതിരിക്കാനായിട്ട് ശരിക്കും ക്യാമറ സെക്യൂരിറ്റി സഹായിക്കുന്നില്ല. അതിന് വേണ്ട അലാം സിസ്റ്റംസ് ആണ്. അതായത് കള്ളൻ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പേ തന്നെ അലർട്ട് ചെയ്യുക, അല്ലെങ്കിൽ കയറാൻ ശ്രമിക്കുമ്പോൾ ബ്രീച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഡോറ് തുറക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഡോറിന്റെ അടുത്തേക്ക് വരുന്ന ടൈമിൽ തന്നെ അലർട്ട് ജനറേറ്റ് ചെയ്യുക, അയാളെ പേടിപ്പിക്കുക, ചുറ്റും അടുത്തുള്ള ആൾക്കാരിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കുക, മൊബൈൽ ഫോൺസിലേക്ക്, ആപ്പുകളിലേക്ക്, പോലീസിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ വീട്ടിൽ പ്രായമുള്ള ആളുകളുണ്ട്, ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്ക് ഒരു എമർജൻസി ഹെൽപ്പ് വേണം, ബാത്റൂമിൽ തെന്നി വീണു, ഒരു സിംഗിൾ ബട്ടൺ പ്രസ്സിനകത്ത് അവർക്ക് ചുറ്റുമുള്ള ആൾക്കാരെ അറിയിക്കാനായിട്ട് പറ്റും. അതൊക്കെയാണ് സെക്യൂരിറ്റി അലാം സിസ്റ്റംസ് വരുന്നത്. വെഹിക്കിൾ ട്രാക്കിംഗ് സിസ്റ്റംസ് ബേസിക്കലി ഈ പറഞ്ഞ ഈ BMS-ലോ ഹോം ഓട്ടോമേഷനിലോ ELV-ലോ വരുന്നതല്ലെങ്കിൽ പോലും ഈ ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന കമ്പനികൾ മിക്കവാറും എല്ലാവരും ഹാൻഡിൽ ചെയ്യുന്ന മറ്റൊരു ഫീൽഡാണ് വെഹിക്കിൾ ട്രാക്കിംഗ് സിസ്റ്റംസ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം GPS വെച്ചിട്ട് വെഹിക്കിൾ മോണിറ്ററിംഗ് എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് വരുന്നത്. വെഹിക്കിൾ ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ പുറത്തേക്ക് കിടക്കുവാണെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്ത് അലർട്ട്സ് വരും. അല്ലെങ്കിൽ വെഹിക്കിളിനെ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സിസ്റ്റംസ് ഉണ്ട്. അല്ലെങ്കിൽ വെഹിക്കിൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഗേറ്റ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ചെയ്യാനായിട്ട് GPS വെച്ചിട്ട് പറ്റും. ആ രീതിയിലുള്ള സിസ്റ്റംസ്. അല്ലെങ്കിൽ ഹോം ഓട്ടോമേഷൻ ആയിട്ട് ഇതിനെ ലിങ്ക് ചെയ്യാം. ഞാൻ ആദ്യം കാണിച്ച വീഡിയോയിലുണ്ട്. അതായത് ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ വീട് എത്താറാകുമ്പോഴേക്ക് എന്റെ റൂമിൽ AC ഓട്ടോമാറ്റിക്കലി ഓണായി കൂൾ ചെയ്ത് വെക്കാം. ആ രീതിയിലുള്ള വെഹിക്കിൾ ട്രാക്കിംഗ് സിസ്റ്റംസ് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരും. അടുത്ത ഇലക്ട്രോണിക് ആർട്ടിക്കിൾ സർവൈലൻസ്. അത് ഷോപ്പുകൾക്കാണ് വരുന്നത്. ഇലക്ട്രോണിക് ആർട്ടിക്കിൾ സർവൈലൻസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ടൈപ്പ് ഉണ്ട്. RFID ടാഗ്സ് ഉണ്ട്, EAS ടാഗ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ആർട്ടിക്കിൾ സർവൈലൻസ് മെത്തഡ് ടാഗ്സ് ഉണ്ട്. അതായത് ഇത് ശരിക്കും ഇതിൽ കാണുന്ന പോലെ ആ കാണുന്ന വെർട്ടിക്കൽ ആയിട്ട് നിൽക്കുന്ന നമ്മൾ പല ഷോപ്പുകളിലും കാണുന്നത് ആന്റിനാസ് ആണ് ആക്ച്വലി. അതിന് ഇടയ്ക്കോടെ പോകുന്ന ഒബ്ജക്റ്റിനെ ഇതിന് ഡിറ്റക്ട് ചെയ്യുന്ന RFID ടാഗുകളായിക്കോട്ടെ അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള സ്പെസിഫിക്കലി AM ടാഗുകളുണ്ട്. അത് ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ഡിറ്റക്ട് ചെയ്തിട്ട് അതുണ്ടെങ്കിൽ ഇത് നമ്മൾ ബില്ല് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യാം. RFID ടാഗ് ആണെങ്കിൽ ഇതിനകത്ത് നമ്പർ ബില്ല് ചെയ്ത് കഴിയുമ്പോൾ ബില്ല് ആണെന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യും. അപ്പൊ ഇതിനകത്തോടെ പാസ് ചെയ്യുന്ന ബില്ല് ചെയ്യാത്ത ഒരു ഐറ്റം പാസ് ചെയ്ത് കഴിഞ്ഞാൽ അലേർട്ട് ജനറേറ്റ് ചെയ്യുന്നതാണ് ഇലക്ട്രോണിക് ആർട്ടിക്കിൾ സർവൈലൻസ്. ടൈം അറ്റൻഡൻസ് ആൻഡ് ആക്സസ് കൺട്രോൾ സിസ്റ്റം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഫിംഗർ പ്രിന്റ്, ഫേസ് റെക്കഗ്നേഷൻ, ഈവൻ പാം വെയിൻ ഉണ്ട്, ഐറിസ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരാളെ ഓതന്റിക്കേറ്റ് ചെയ്യാൻ, അയാളെ ഐഡന്റിഫൈ ചെയ്യാനും അയാൾക്ക് ഒരു പെർട്ടിക്കുലർ ഓഫീസിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പേസിലേക്കോ എൻട്രി അലോ ചെയ്യാനും അയാൾ അവിടുത്തെ എംപ്ലോയി ആണെങ്കിൽ അയാളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുമുള്ള സിസ്റ്റംസ് ആണ്. ഇപ്പം കൊറോണ ഒക്കെ വന്ന ടൈമിൽ ഇപ്പൊ ഇങ്ങനത്തെ സിസ്റ്റംസിനകത്ത് ടെമ്പറേച്ചർ ഡിറ്റക്ഷൻ, മാസ്ക് ഡിറ്റക്ഷൻ ഉണ്ട്. മാസ്ക് ഡിറ്റക്ഷൻ ഒക്കെ ഇമേജ് പ്രോസസിംഗിന്റെ ഒരു പാർട്ടാണ്. മാസ്ക് വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്ട് ചെയ്യാം. മാസ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്ക് വെക്കാനായിട്ട് പറയുന്ന രീതിയിലുള്ള സിസ്റ്റംസ് ഉണ്ട്. ഇതുപോലത്തെ സിസ്റ്റംസ് ഇനിയും ഡെവലപ്പ് ചെയ്യാനായിട്ട് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഡെവലപ്മെന്റ് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഒരു ഏരിയയിൽ നോക്കാവുന്നതാണ്. ആക്സസ് കൺട്രോൾ സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ വെഹിക്കിൾ ആക്സസ് കൺട്രോൾ സിസ്റ്റംസിൽ വരുന്ന ബൂം ബാരിയറും നമ്മുടെ ഗേറ്റ് ഓട്ടോമേഷനും. ബൂം ബാരിയർ ടോൾ ഗേറ്റിലൊക്കെ ഉള്ള പോലെയുള്ള ബൂം ബാരിയർ എന്നാണ് അതിന് പറയുന്നത്. അതിന് ഓട്ടോമേറ്റഡ് ആയിട്ട് ഫാസ്റ്റ് ടാഗ് പോലെയുള്ള സിസ്റ്റംസ് വെച്ചിട്ട് ഓട്ടോമേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ മാനുവൽ കൺട്രോൾസ് പോസിബിൾ ആണ്. ഫ്ലാറ്റ് ബാരിയർ, മെട്രോയിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഫ്ലാറ്റ് ബാരിയർ, ടെൻസ്റ്റൈൽ ഗേറ്റുകൾ, മെറ്റൽ ഡിറ്റക്ടേഴ്സ്, ഈ കാര്യങ്ങളെല്ലാം ഈ ആക്സസ് കൺട്രോൾ സിസ്റ്റംസിനകത്ത് വരുന്നതാണ്. അല്ലെങ്കിൽ ഡോർ കൺട്രോൾസ് വരുന്നുണ്ട്. ഇതെല്ലാം വരുന്നതാണ്. ദെൻ ഹോം ഓട്ടോമേഷനിൽ മെയിൻലി വരുന്ന മറ്റൊരു പാർട്ടാണ് വീഡിയോ ഡോർ ഫോൺസ്. വീഡിയോ ഡോർ ഫോൺസ് ആണ് ഇൻഡിവിജ്വൽ വീഡിയോ ഡോർ ഫോൺസ് ഒക്കെ ഉണ്ട്. അതായത് ഒരു വീട്ടിനകത്ത് യൂസ് ചെയ്യുന്ന അകത്തൊരു ഇൻഡോർ യൂണിറ്റും ഗേറ്റിന്റെ വെളിയിൽ അല്ലെങ്കിൽ ഡോറിന്റെ വെളിയിൽ വെക്കുന്ന ഒരു ഡോർ യൂണിറ്റ് ഉണ്ട്. അവിടെ ബട്ടൺ പ്രസ് കോളിംഗ് ബെല്ല് പോലെ അകത്ത് ബെല്ലടിക്കും. അകത്തെ സ്ക്രീനിൽ ആരാണെന്ന് നമുക്ക് കാണാം. അവിടുന്ന് നമ്മൾ അകത്തുനിന്ന് ബട്ടൺ പ്രസ് ചെയ്യുന്ന വെച്ചിട്ട് ഗേറ്റോ ഡോറോ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന സിസ്റ്റമാണ്. ഇത് മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകളാവുമ്പോൾ മൾട്ടി അപ്പാർട്ട്മെന്റ് സിസ്റ്റം ഉണ്ട്. താഴത്തെ ഒരു സിംഗിൾ യൂണിറ്റ് ഉണ്ടാവും. അവിടെ അപ്പാർട്ട്മെന്റ് ഡോർ നമ്പർ അടിക്കുമ്പോൾ മുകളിലത്തെ അപ്പാർട്ട്മെന്റിൽ ഉള്ള ആൾക്ക് കോള് വരും. അയാൾ നോക്കിയിട്ട് അയാൾക്ക് കയറ്റി വിടേണ്ട ആളെയാണെങ്കിൽ അവിടെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അയാൾക്ക് എൻട്രി ആക്സസ് ചെയ്ത് കൊടുക്കും. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒരു ബിൽഡിങ്ങിനകത്ത് വരുന്ന മേജർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. നെറ്റ്വർക്കിംഗിന് പുറമെ ഉള്ള ഒരു മേജർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ് PBX സിസ്റ്റം, അല്ലെങ്കിൽ പ്രൈവറ്റ് എക്സ്ചേഞ്ച്. ഫോൺ കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടി ഇന്റർകോം രീതിയിൽ യൂസ് ചെയ്യുന്ന സിസ്റ്റം ആണ് PBX എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിൻലി വരുന്ന ബേസിക് നമ്മുടെ ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ ഒരു മിനി രൂപം തന്നെയാണ്. ഇതിനകത്ത് കോൾ റെക്കോർഡിങ്, നമ്മുടെ IVR സിസ്റ്റം അഥവാ ഇന്ററാക്റ്റീവ് വോയിസ് റെസ്പോൺസ് സിസ്റ്റം. നമ്മളൊരു പെർട്ടിക്കുലർ ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ പറയുക ഇന്ന എക്സ്റ്റൻഷൻ ഡയൽ ചെയ്യാനൊക്കെ പറയുന്ന രീതിയിലുള്ള സിസ്റ്റംസ് എല്ലാം PBX ആണ് വരുന്നത്. ഇതിനകത്ത് ഇതിന്റെ കണക്ഷൻസ് വരുന്നുണ്ട്, ഇതിന്റെ ഡിസൈൻ കണക്ഷൻസ് കാര്യങ്ങളെല്ലാം വരുന്നത്. ഇത് ഈ PBX മാത്രമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് മാത്രം ഒരു ഏരിയ ആയിട്ട് ചെയ്യുന്ന എഞ്ചിനീയേഴ്സും ഉണ്ട്. പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റംസ്. പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ AV സിസ്റ്റംസിന്റെ പാർട്ടായിട്ട് വരുന്നതാണ്. ഓഡിയോ വീഡിയോ സിസ്റ്റംസിന്റെ പാർട്ടായിട്ട് ജനറൽ അനൗൺസ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റം, എമർജൻസി കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു സിംഗിൾ പോയിന്റിൽ നിന്ന് അനൗൺസ് ചെയ്യുന്ന രീതിയിലുള്ള സിസ്റ്റംസ് ഉണ്ട്. ഓട്ടോമേറ്റഡ് അനൗൺസ്മെന്റ്സ് വരുന്ന രീതിയിലുള്ളതുണ്ട്. അതായത് ഒരു പെർട്ടിക്കുലർ ടൈം കൂടുമ്പോൾ അല്ലെങ്കിൽ ഫയർ വരുമ്പോൾ അതിന്റെ ഇൻഫർമേഷൻ ഓട്ടോമാറ്റിക്കലി പാസ് ചെയ്യുന്ന രീതിയിലായിട്ട് ചെയ്യാൻ പറ്റും. ചാനൽ മ്യൂസിക്, സ്റ്റോറുകളിലൊക്കെ കാണുന്ന ഓട്ടോമാറ്റിക് മ്യൂസിക് വരുന്ന രീതിയിലുള്ള സിസ്റ്റംസ് ഉണ്ട്. ഓഡിറ്റോറിയം പോലെയുള്ള സ്ഥലത്തൊക്കെ വേണ്ടി, അല്ലെങ്കിൽ മൂവി തിയേറ്റേഴ്സ് പോലെയുള്ള അടുത്ത് വരുന്ന ഓഡിയോ ഉണ്ട്. അവിടെ വരുമ്പോൾ അക്കോസ്റ്റിക്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അവിടെ ശരിക്കും അക്കോസ്റ്റിക്സ് ഒരു പാർട്ടിൽ കൂടി വരുന്നുണ്ട്. അപ്പൊ സൗണ്ട് എഞ്ചിനീയർ ലെവലിലുള്ള ആൾക്കാരുടെ
വർക്കുകൾ വരുന്നുണ്ട്. അക്കോസ്റ്റിക് ഡിസൈനേഴ്സിന്റെ വർക്ക് വരുന്ന കാര്യമില്ല. ഈ ഓഡിയോ സിസ്റ്റം ഈ പറഞ്ഞ അത് മാത്രമായിട്ട് വേണമെങ്കിൽ എടുത്തിട്ട് ഒരു കരിയർ ആയിട്ട് എടുക്കാവുന്നതാണ്. കോൺഫറൻസിങ് സിസ്റ്റംസ് ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നമ്മളെ എല്ലാവർക്കും കൂടുതലായിട്ട് അറിയാവുന്ന സിസ്റ്റമാണ്. അതിനൊക്കെ മുമ്പേ തന്നെ കോർപ്പറേറ്റ്സ് യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് ആണ് കോൺഫറൻസിങ് സിസ്റ്റംസ്. കൂടുതലും നേരത്തെ ഹാർഡ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ആയിരുന്നു. നമ്മുടെ സൂം പോലെയുള്ള സിസ്റ്റംസിനേക്കാൾ കൂടുതൽ ഒരു ഹാർഡ്വെയർ ഉണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്യാമറയും മൈക്കും ചേർന്നുള്ള ഹാർഡ്വെയർ, അത് മൾട്ടിപ്പിൾ ഓഫീസുകളുണ്ടാവും. ഈ ഹാർഡ്വെയറുകൾ തമ്മിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയുള്ളായിരുന്നു. ഇപ്പൊ സൂം ഒക്കെ അതിനുശേഷം സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോംസ് വന്നപ്പോൾ ആർക്കും അങ്ങോട്ട് ഇങ്ങനെ പെർട്ടിക്കുലർ ഹാർഡ്വെയർ ഒന്നും ഇല്ലാതെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ഇമ്മേഴ്സീവ് വ്യൂ സിസ്റ്റം ആണ്. ഇമ്മേഴ്സീവ് കോൺഫറൻസ് സിസ്റ്റം എന്നാണ്. ഇപ്പൊ ഇതിനകത്ത് കാണുന്ന ഇപ്പുറത്തെ സൈഡിലിരിക്കുന്ന ആൾക്കാര് റിയൽ അവിടെ ഫിസിക്കലി ഉള്ളത്, മറ്റേത് ശരിക്കും മോണിറ്ററിൽ അപ്പുറത്തുള്ളവർ കാണും. ഇമ്മേഴ്സീവ് വ്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യൂ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന, അതിന്റെ പൊസിഷനിങ് ചെയ്തിരിക്കുന്ന, നമുക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് മറ്റവർ അതേ റൂമിൽ ഇരിക്കുന്നുണ്ടെന്നുള്ള ഒരു ഫീൽ കിട്ടുന്ന രീതിയിൽ ലൈവ് സൈസ്, അവരുടെ റിയൽ സൈസിനകത്തുള്ള ആൾക്കാർ നമുക്ക് ഫേസ് ടു ഫേസ് നോക്കാവുന്ന രീതിയിലായിരിക്കും ക്യാമറാസ് ആക്കുന്നത്. നോർമലി നമ്മുടെ ക്യാമറ ഒരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ, ഞാൻ താഴത്തേക്ക് നോക്കി, ഫോർ എക്സാമ്പിൾ ഡിസ്പ്ലേ താഴെയാണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ക്യാമറ എന്റെ നേരെ നെറ്റിയിലേക്കായിരിക്കും. അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കാല്ല, വേറെ എങ്ങോട്ടെങ്കിലും നോക്കി സംസാരിക്കുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഒരു ഫീലിംഗ് വരുന്നത്. പക്ഷെ ഇമേജിംഗ് വ്യൂ സിസ്റ്റംസിൽ എപ്പോഴും നമ്മൾ അവരെ നോക്കി സംസാരിക്കുന്ന ഫീലിംഗ് അവർക്കുണ്ടാകും. അപ്പൊ ഈ രീതിയിലുള്ള സിസ്റ്റംസ് കോർപ്പറേറ്റ് ലെവലിലുള്ള ഇങ്ങനത്തെ ഓട്ടോമേഷന്റെ പാർട്ടായിട്ട് വരുന്ന വർക്കാണ്. ഈ കോൺഫറൻസിങ് സിസ്റ്റം അത് മാത്രമായിട്ട് ഒരു കരിയറായിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഫയർ അലാം ആൻഡ് എക്സ്റ്റിങ്ക്വിഷർ സിസ്റ്റം ഞാൻ ഇത് രണ്ടും ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതാണ്. ഫയർ അലാമോ ഈ BMS കൂടി ഇതിന്റെ ടോട്ടൽ ഇന്റഗ്രേഷൻ വരുമ്പോൾ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, ഇപ്പൊ ഫയർ വന്നു, ഇപ്പൊ ഡോറുകൾ സെക്യൂരിറ്റിയുടെ ബേസിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡോറുകൾ ഉണ്ടാവും. പക്ഷെ ഫയർ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഓഫീസ് ബിൽഡിംഗ് ആണെങ്കിൽ ഫയർ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഡോറുകളെല്ലാം ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവാം. എന്നാൽ ഹൈ സെക്യൂരിറ്റി ഏരിയാസ് ഉണ്ടാവും, അത് ലോക്ക് ആയിട്ട് കിടക്കും. അല്ലാത്ത ഏരിയാസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഓപ്പൺ, അതായത് ആൾക്കാർക്ക് ഇറങ്ങി വെളിയിലേക്ക് ഓടാനായിട്ടുള്ള സൗകര്യം ഉണ്ടാവും. അപ്പൊ അത് എന്റെ BMSന്റെ ഇന്റഗ്രേഷന്റെ പാർട്ടായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഇത് വെള്ളത്തിന്റെ ലെവൽ MEP ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഫയർ വാട്ടറിന്റെ ടാങ്കിൽ വെള്ളം കുറവാണെങ്കിൽ അതിന്റെ അലേർട്ടും വന്ന് അത് മറ്റേ നോർമൽ ഡ്രിങ്കിങ് വാട്ടറിന്റെ അവിടെ നിന്നുള്ള ടാങ്കിൽ നിന്ന് ഈ ടാങ്കിലേക്ക് പമ്പ് ഓട്ടോമാറ്റിക്കലി ചെയ്ത് അതിനെ റീഫിൽ ചെയ്യാനുള്ള സിസ്റ്റംസ് പോസിബിൾ ആണ്. എനർജി മാനേജ്മെന്റ്, ഞാൻ ആദ്യം ലൈറ്റിംഗ് ഓട്ടോമേഷനിൽ പറഞ്ഞ ആളുള്ളപ്പോൾ മാത്രം ലൈറ്റിംഗ് ഓട്ടോമേറ്റ് ചെയ്യാന്നുള്ളത്. അതിന് പുറമെ അത് മാത്രമല്ല എനർജി ഇൻ ജനറൽ, ഇപ്പൊ ടെമ്പറേച്ചർ പെർട്ടിക്കുലർ മുകളിലുണ്ടെങ്കിൽ മാത്രമേ AC ഫാൻ ഓൺ ആവുക, അതിന്റെ ലെവൽ ആ രീതിയിൽ സെറ്റ് ചെയ്യുന്ന രീതിയിലേക്കായിട്ട് ചെയ്യാൻ പറ്റും സെൻസേഴ്സ് വെച്ചിട്ട്. അതുപോലെ തന്നെ ലൈറ്റിംഗ് ഇതുപോലെ തന്നെ ആളുണ്ടെങ്കിൽ മാത്രം, വെളിച്ചം കുറവാണെങ്കിൽ മാത്രം ആ രീതിയിൽ എനർജി മാനേജ് ചെയ്യാം. ഇനി ഇതിനൊക്കെ പുറമെ നമുക്ക് IoT സ്മാർട്ട് ബിൽഡും വന്നു കഴിയുമ്പോൾ അതുമായിട്ട് ജോയിൻ ചെയ്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് KCB എടുത്ത് തന്നെ ഇപ്പോഴത്തെ ഓരോ ടൈം ഓഫ് ദി ഡേ മീറ്റേജ് ഉണ്ട്. ടൈം ഓഫ് ദി ഡേ മീറ്റർ എന്ന് പറഞ്ഞാൽ പകൽ ഒരു റേറ്റ്, രാത്രി അല്ലെങ്കിൽ ചില പീക്ക് അവേഴ്സിനകത്ത് റേറ്റ് കൂടുക എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പൊ കൊമേഴ്ഷ്യൽ കണക്ഷൻസിൽ ഇപ്പോൾ തന്നെ ഓൾറെഡി ഉള്ളത്. ഇത് കുറച്ച് കഴിയുമ്പോൾ വീടുകളിലേക്ക് ആ രീതിയിലാവും. ഡിമാൻഡ് കൂടുതലാവുന്ന ടൈം അത് ഡൈനാമിക് ആയിട്ട് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്, ഒരു ഫിക്സഡ് ടൈമിലല്ല. ഡിമാൻഡ് കൂടുതലുള്ള ടൈമിൽ KCB റേറ്റ് കൂടുതലായിരിക്കും, അല്ലാത്തപ്പോൾ കുറവായിരിക്കും. ഇത് ശരിക്കും നമ്മൾക്ക് ഇൻഡിക്കേഷൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ വീട്ടിലുള്ള സ്മാർട്ട് എനർജി മീറ്ററിലേക്ക് ഇൻഫർമേഷൻ വരും, അതിന് ബേസ് ചെയ്തിട്ടായിരിക്കും അത് ബില്ല് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ ഇത് ബില്ലിംഗ് റേറ്റ് കൂടുതലുള്ള ടൈമിൽ നമ്മുടെ സിസ്റ്റം തന്നെ ഡിറ്റക്ട് ചെയ്തിട്ട് പറയും ഇപ്പൊ മോട്ടോർ പമ്പ് ചെയ്യണ്ട, പമ്പ് ചെയ്യുന്ന റേറ്റ് കുറയുന്ന ടൈമിൽ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ അയൺ ബോക്സ് ഓൺ ചെയ്യാനായിട്ട് നമുക്ക് റേറ്റ് കൂടുതലുള്ള ടൈമാണ് എന്നാണ്. അതുപോലെ തന്നെ AC ഈ കാര്യങ്ങളെല്ലാം തന്നെ ആ ടൈമിൽ ഏറ്റവും ലോ പവർ മോഡിലേക്ക് ഓടിക്കാനായിട്ട് ശ്രമിക്കും. ഞാനിപ്പോ ഒരു ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പോയിന്റ് കൂടി ജസ്റ്റ് പറയാം. ഒരു സിനാരിയോ ഞങ്ങൾ സാധാരണ ചെയ്യാനുള്ള സിനാരിയോ ആണ് ഈ എന്താണ് ഹോം ഓട്ടോമേഷൻ ലെവലിലേക്ക് വരുമ്പോൾ അഡ്വാൻറ്റേജ്, വീട്ടിലേക്ക് വരുമ്പോൾ അഡ്വാൻറ്റേജ്. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയ ഒരു കേസാണ്. ഇപ്പൊ ഒന്ന് പ്രായമുള്ള ആളുകൾ മാത്രമുള്ള വീട്, എന്റെ മക്കളെല്ലാവരും വെളിയിലാണ്. ഇവർ നോർമലി രാവിലെ ഒരു 6 മണിക്ക് എണീക്കുന്ന ആളുകളാണെന്ന് വിചാരിക്കുക. പക്ഷെ ഒരു പെർട്ടിക്കുലർ ഡേയില് 6:30 ആയിട്ടും ആൾ എണീറ്റിട്ടില്ല എന്നാണെങ്കിൽ വെളിയിലുള്ളവരുടെ മക്കൾക്ക് ഒന്ന് ഇവിടെ ചെറിയ ഓട്ടോമാറ്റിക് ആയിട്ട് അലേർട്ട് ജനറേറ്റ് ചെയ്തിട്ട് അവരെ തന്നെ എണീപ്പിക്കാനായിട്ട് ശ്രമിക്കാം. എന്നിട്ട് അലേർട്ട് ഇവരുടെ മൂവ്മെന്റ്സ് കണ്ടില്ല എന്നാണെങ്കിൽ
വെളിയിലുള്ള ഇവരുടെ മക്കൾക്ക് ഓട്ടോമാറ്റിക്കലി ഇൻഫർമേഷൻ പോകും, അവിടെ അതിന്റെ മൂവ്മെന്റ് ഇല്ല എന്നുള്ളത്. ആ ടൈമിൽ ഇവരുടെ ബെഡ്റൂമിലുള്ള നോർമലി പ്രൈവസി മോഡിലുള്ള ക്യാമറ, പ്രൈവസി മോഡ് എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് ആർക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ക്യാമറ, ഇത് പ്രൈവസി മോഡ് മാറി ഓപ്പൺ മോഡാവും. പുറത്തുള്ള മക്കൾക്ക് ഇതിനകത്ത് ക്യാമറ കാണാം. ഈ ക്യാമറയിലൂടെ തന്നെ 2-വേ കമ്മ്യൂണിക്കേഷൻ ഉള്ള ക്യാമറ ആയിരിക്കും. അതുപോലെ അവർക്ക് സംസാരിക്കാനും, സംസാരിച്ചിട്ട് റെസ്പോൺസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് അവിടുന്ന് തന്നെ ഒരു സിംഗിൾ ബട്ടൺ ക്ലിക്കിൽ ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കാനും നെയ്ബേഴ്സിന്റെ അടുത്ത് വന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറയാനായിട്ട് പോസിബിൾ ആണ്. ഇതേപോലെ തന്നെ ഇപ്പൊ ബാത്റൂമിൽ ഒരാൾ തെന്നി വീണു നമുക്ക് നോർമലി എന്താ വെച്ചാൽ ഇൻഫർമേഷൻ പുറത്തേക്ക് എത്തിയാൽ പോലും ഈ വീടിന് വെളിയിലുള്ള ഒരാൾക്ക് അകത്തേക്ക് ഇറങ്ങി ഈ ഡോറുകളെല്ലാം ചവിട്ടി പൊളിച്ചേ വരാൻ പറ്റുള്ളൂ. എന്നാൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വീണു എന്നുള്ള കേസിൽ എമർജൻസി ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തന്നെ ഈ ഇൻഫർമേഷൻ അവർക്ക് പോകുന്നതിനൊപ്പം തന്നെ അവർ വരുമ്പോഴേക്കും ഡോർ ഓട്ടോമാറ്റിക്കലി അൺലോക്ക് ചെയ്യുന്ന രീതിയിലേക്ക് സിസ്റ്റം ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഓട്ടോമേഷനകത്ത് നമുക്ക് വരുന്ന കാര്യങ്ങൾ. അതിനകത്ത് ടെക്നിക്കലി വരുമ്പോ ശരിക്കും പറയാൻ കുറെ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ആണ് ഇതിൽ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഇതിനകത്ത് അടുത്തത് കരിയേഴ്സ്. ഈ ഫീൽഡുകളിൽ വരുന്ന കരിയേഴ്സ് എന്ന് പറയുന്നത് ഹാർഡ്വെയർ ഡിസൈനേഴ്സ് ഉണ്ട്. അതായത് പെർട്ടിക്കുലർ ഇതിനു വേണ്ടിയിട്ടുള്ള സെൻസേഴ്സും കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുന്നവരുണ്ട്, ഇതിനു വേണ്ടിയിട്ടുള്ള ഫേംവെയർ ഡിസൈൻ ചെയ്യുന്നവരുണ്ട്, അതിന്റെ സോഫ്റ്റ്വെയർ ഡിസൈൻ ഉണ്ട്, യൂസർ ഇന്റർഫേസ് ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഇത്രയുമാണ് ഡിസൈൻസിലേക്ക് വരുന്നത്. സെയിൽസ് എഞ്ചിനീയേഴ്സ് ഉണ്ട്, അതായത് ടെക്നിക്കൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള രീതിയിൽ ഒരു സൊല്യൂഷൻ ആക്കിയിട്ട് കൊടുക്കാൻ പറ്റുന്ന സെയിൽസ് എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഇന്റഗ്രേഷൻ ഡിസൈനേഴ്സ് കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഡിസൈൻ ഉണ്ടാക്കി അത് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ലെവലുണ്ട്. പിന്നെ ഫീൽഡ് എഞ്ചിനീയേഴ്സ്, ഇത് സൈറ്റിൽ പോയി ഇംപ്ലിമെന്റ് ചെയ്യുന്നവരും കമ്മീഷൻ ചെയ്യുന്ന എഞ്ചിനീയേഴ്സും ഉണ്ട്. അതിന്റെ മെയിൻ്റനൻസ് ലെവലിലേക്കുള്ള ആൾക്കാരുണ്ട്. ഇതാണ് ഇൻ ജനറൽ വരുന്നത്. ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ നെറ്റ്വർക്കിംഗിലും ഇതിലെല്ലാം ഈ ലെവലിൽ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. നെറ്റ്വർക്കിംഗിലേക്കൊക്കെ അഡീഷണൽ കുറെ കാര്യങ്ങളും കൂടി അഡീഷണൽ പഠിക്കാനുണ്ട്. ഇൻ ജനറൽ ഈ ഫീൽഡിൽ നമുക്ക് പഠിക്കാനായിട്ട് വേണ്ട സ്കിൽസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സിൽ ഒരു അത്യാവശ്യം നോളജ് ഉണ്ടാവണം, ഹാർഡ്വെയർ ബേസ്ഡ് ആയിട്ടുള്ളത്. എന്നാൽ ഇതിനകത്ത് എല്ലാ കാര്യത്തിലും ഇപ്പൊ ഇലക്ട്രോണിക്സ് നോളജ് വേണം എന്നില്ല. ഇപ്പൊ നെറ്റ്വർക്കിംഗിന്റെ കാര്യത്തിൽ പ്യുവർ ഇലക്ട്രോണിക്സ് നോളജ് ആണല്ലോ, പക്ഷെ ഒരു ബേസിക് നോളജ് എങ്കിലും ഇലക്ട്രോണിക്സിൽ വേണം. ബേസിക് IT നോളജ് ഈ പറഞ്ഞ എല്ലാ ഫീൽഡിലും ജനറലി വേണ്ട ഇലക്ട്രോണിക്സിലും IT-യിലും ഇലക്ട്രിക്കലിലുള്ള ബേസിക് നോളജ് ആണ്. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഫസ്റ്റ് തേർഡ് 3 സെമ്മുകളിൽ പഠിപ്പിക്കുന്ന ഈ ഫീൽഡിലുള്ള കാര്യങ്ങളും ബേസിക് നോളജ് ആണ്. എന്നാൽ ബാക്കി നിങ്ങളുടെ ഫീൽഡിനകത്ത് അഡീഷണൽ നോളജ് വേണ്ടി വരും. ദെൻ ഒരു ബിൽഡിംഗ് ഡ്രോയിങ് എങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ വേണം. ദെൻ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് വേണം. ഇതാണ് മേജർ ആയിട്ട് സ്കിൽസ് വേണ്ടി വരും. ഞാൻ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഇന്ററാക്ഷൻ സെഷനിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോയും കൂടി ഓട്ടോമേഷനിലുള്ള ഒരു വീഡിയോയും കൂടി കാണിച്ചിട്ട് കൊടുക്കും.
ഇതില് ഞാനിപ്പോ ആദ്യം കാണിച്ച വീഡിയോ ഇത് തമ്മിലുള്ള വ്യത്യാസം, ആദ്യം കാണിച്ച റിയലി ഇപ്പൊ ഓൾറെഡി എക്സിസ്റ്റിംഗ് സൊല്യൂഷൻസ് ഉള്ള വീഡിയോ ആണ് ഞാൻ സ്റ്റാർട്ടിംഗിൽ കാണിച്ചത്. ഇപ്പൊ കാണിച്ച ഒരു കൺസെപ്റ്റ് വീഡിയോ ആണ്. കോണിംഗ് ഗറില്ല ക്ലാസിന്റെ ഒക്കെ മാനുഫാക്ചർ കോണിംഗ് അവര് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതൊരു കൺസെപ്റ്റ് വീഡിയോ ആണ്, ഫ്യൂച്ചർ മാൻ പറയുന്ന രീതി. So with this I end this session, but you are open to ask questions. Thank you. Thank you so much, Shahim. So participants, if you have any queries, may raise it now. There's a query in the chat box. Is it possible for someone to hack into the system? If so, what are the precautions taken? നാച്ചുറലി ഏത് കണക്റ്റഡ് സിസ്റ്റംസ് ആണെങ്കിലും ഹാക്കിംഗ് പോസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ വെളിയിലേക്ക് ഇറങ്ങുന്ന ഏത് വണ്ടിയും ആക്സിഡന്റിൽ പെടാം എന്ന് പറഞ്ഞ പോലെ എത്ര സെക്യൂരിറ്റീസ് എത്ര സേഫ് ആയിട്ടുള്ള കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആക്സിഡന്റിൽ പെടാം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം, ഏത് സിസ്റ്റം ഹാക്ക് ചെയ്യപ്പെടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ അത് രണ്ടു മൂന്ന് കാര്യങ്ങൾ, ഒന്ന് അതിന്റെ സൈബർ സെക്യൂരിറ്റി ലെവലിലുള്ള സെക്യൂരിറ്റി ഇൻക്രീസ് ചെയ്യുക, കണക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് മേജർ. കണക്ടിവിറ്റിയിലുള്ള സെക്യൂരിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സൈബർ സെക്യൂരിറ്റി ഇറ്റ്സെൽഫ് ഇനി ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഓൾറെഡി ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫീൽഡ്. ഇനി അങ്ങോട്ടേക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് എന്നും കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. കാരണം IoT വരുന്നു, നിങ്ങളുടെ വീട്ടിൽ കാണുന്ന ഈച്ച് ആൻഡ് എവറിത്തിങ് വിൽ ബി കണക്റ്റഡ്. ഇപ്പൊ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള TV കണക്റ്റഡ് ആണ്, എക്കോ ഡോട്ട് പോലെയുള്ള സ്പീക്കേഴ്സ് കണക്റ്റഡ് ആണ്, നിങ്ങളുടെ ഫോൺ ഓൾറെഡി പണ്ടേ കണക്റ്റഡ് ആണ്, ഫോൺ ഇതുപോലെയുള്ള കാര്യങ്ങൾ. അത് ഇനി വീട്ടിലുള്ള ഈച്ച് ആൻഡ് എവറി, വീട്ടിലെ ലോക്ക് ഉൾപ്പെടെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആവാൻ പോവുകയാണ്. ഈ പറഞ്ഞ പോലെ ഒരാൾക്ക് ഹാക്ക് ചെയ്ത് വേണമെങ്കിൽ ഇതിന് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പൊ അതിന്റെ കണക്ടിവിറ്റി ലെവലിലുള്ള സെക്യൂരിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ കറന്റ്ലി ഇതിലെല്ലാവരും അവരുടെ മാക്സിമം ലെവലിലുള്ള സെക്യൂരിറ്റി പോസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വീട്ടിലെ ഡോർ ലോക്ക് ഒരു കള്ളന് വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് തുറക്കാമെന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു IT എക്സ്പേർട്ടിന് അതിനെ വേണമെങ്കിൽ ആ ലെവലിലുള്ള ടെക്നിക്കൽ സ്കില്ലുള്ള ഒരാൾക്ക് ഓപ്പൺ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എപ്പോഴും. അതിനെ ഇതാക്കാം. പിന്നെ അതുപോലെ തന്നെ അടുത്ത ചില കേസുകളിൽ കണക്ടിവിറ്റി അവോയ്ഡ് ചെയ്യുക എന്നുള്ള, പുറത്തേക്കുള്ള കണക്ടിവിറ്റി അവോയ്ഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഹൈ സെക്യൂരിറ്റി കേസുകൾ ചെയ്യുന്നത്. അവരുടെ ഇന്റേണൽ നെറ്റ്വർക്ക് മാത്രം. ഇപ്പൊ മിലിറ്ററി പോലെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെയ്യുന്നത് അവർ അവരുടെ ഇന്റേണൽ നെറ്റ്വർക്ക് യൂസ് ചെയ്യും. പുറത്തോട്ട് നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിരിക്കില്ല ഈ സിസ്റ്റംസ് ഒന്നും. അവരുടെ ഇന്റേണൽ നെറ്റ്വർക്കിൽ മാത്രമേ അതിന്റെ കണക്ഷൻസ് ഉണ്ടാവൂ. ആ രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹോം ഓട്ടോമേഷൻ ആണെങ്കിൽ ഏറ്റവും ഹോം ഓട്ടോമേഷൻ മേജർ റിസ്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വേണമെങ്കിൽ ആപ്ലിക്കേഷന് പകരം SMS കോളും വഴി, നെറ്റ്വർക്ക് വഴി ഡാറ്റ പോകുന്നതിന് പകരം മൊബൈൽ കോൾ വഴിയുള്ളതുകൊണ്ട് അതിൽ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്. അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ റിമോട്ട്ലി മാനേജ്മെന്റ് എന്നുള്ള വേണ്ടാന്ന് വെക്കുക എന്ന് പറഞ്ഞാണ് അടുത്തത്. അല്ലെങ്കിൽ ഓഡിയോ നമ്മുടെ എക്കോ ഡോട്ട് അലക്സ പോലെ അല്ലെങ്കിൽ ഗൂഗിൾ ഹോം പോലെയുള്ള സിസ്റ്റംസ് ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് വരുന്നത്. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ അത് പുറത്തൊരു സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് പകരം വീട്ടിനകത്ത് തന്നെ നിൽക്കുന്ന വേറെ സെർവർ വഴി വോയിസ് കമ്മ്യൂണിക്കേഷൻസ് ഡിറ്റക്ട് ചെയ്യുന്ന രീതിയിലുള്ള സിസ്റ്റംസ് ബിൽഡ് ചെയ്യാനായിട്ട് പോസിബിൾ. ഓൾറെഡി ഉണ്ട് ആ സിസ്റ്റംസ്. അത് ലോ കോസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റംസ് ഇപ്പോഴും അത്ര ആയിട്ടില്ല. അത് ഒരു അഗെയിൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റംസ് ആണ്. അപ്പൊ അതിനകത്തിട്ടുള്ള സൈബർ സെക്യൂരിറ്റി പറഞ്ഞ പോലെ ഒരു പോസിബിലിറ്റി ഉള്ള ഏരിയസ് ആണ്. സെക്യൂരിറ്റി ഇഷ്യൂസ് ഇല്ല, ആവശ്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിലെ ജോബ് പോസിബിലിറ്റി. There's one more query.
As all the systems are connected, if one gets a problem, does it affect the rest of the system? അത് നമ്മൾ എങ്ങനെ ഈ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും. നമ്മൾ അതിന്റെ ക്രിട്ടിക്കാലിറ്റിയും സിസ്റ്റത്തിന്റെ ക്രിട്ടിക്കാലിറ്റിനെ ബേസ് ചെയ്തിട്ട് റിഡൻഡൻസി ഉണ്ടാവും. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഞങ്ങള് ജ്വല്ലറികളിലെ സെക്യൂരിറ്റി സിസ്റ്റംസ് വെക്കുമ്പോൾ ചെയ്യുന്ന കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ കള്ളന്മാർക്ക് അറിയാം ക്യാമറ ഉണ്ട് എന്നുള്ളത്. അപ്പൊ കള്ളന്മാര് ചെയ്യുന്നത് എന്താ വെച്ചാൽ കേട്ട് കഴിഞ്ഞാൽ അത് തന്നെ ചെയ്യുന്ന ഒരു കേസ് ക്യാമറയുടെ ഒന്നുകിൽ ഹാർഡ് ഡിസ്ക് ഊരി എടുക്കും, അല്ലെങ്കിൽ ടോട്ടൽ NVR റെക്കോർഡിംഗ് ഡിവൈസ് തന്നെ ഊരി എടുത്തിട്ട് പോകും. അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താ വെച്ചാൽ, ഒന്ന് ഇത് കണക്റ്റഡ് ആയിരിക്കും, നെറ്റ്വർക്കിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. ആളെ ഡിറ്റക്ട് ചെയ്യുമ്പോൾ തന്നെ, ഇതിനകത്ത് ഒരാൾ വന്നു എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യുമ്പോൾ തന്നെ അതിന് വേറെ ഒന്ന് ജ്വല്ലറീസിൽ വെക്കുന്ന സിസ്റ്റം അലാം സിസ്റ്റംസ് ഓൾറെഡി ഉണ്ടാവും. അപ്പൊ ക്യാമറയ്ക്ക് പുറമെ ഇത് രണ്ടും ഒറ്റ ഡിവൈസിൽ വരുന്നതിന് പകരം ഇത് നമ്മൾ രണ്ട് സെപ്പറേറ്റ് സിസ്റ്റം ആയിട്ടായിരിക്കുന്നത്. രണ്ട് സെപ്പറേറ്റ് പവർ പാക്കറ്റും ഉണ്ടാവും, രണ്ട് സെപ്പറേറ്റ് നെറ്റ്വർക്ക് കൂടി ആയിരിക്കും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരാൾ വന്ന് ഡിറ്റക്ട് ചെയ്താൽ പോലും ഇത് ആരാണെന്ന് ആയിരിക്കില്ല, ഇങ്ങനെ ഒരാൾ ഡിറ്റക്ട് ചെയ്യുക അപ്പൊ തന്നെ ആരായിട്ട് ഒരു നെറ്റ്വർക്കിൽ ഡാറ്റ പോയിട്ടുണ്ടാവും. ഇനി അത് ഫെയിൽ ആയിരിക്കും ക്യാമറയുടെ അകത്ത് ഉണ്ടാവും. ക്യാമറയുടെ അകത്ത് അലർട്ട് മോഷൻ അലർട്ട്സ് കൊടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അതിന് പുറമെ അതിനകത്ത് റെക്കോർഡിംഗ് പോസിബിലിറ്റി ഉണ്ട്. അതിന്റെ നെറ്റ്വർക്ക് സെപ്പറേറ്റ് നെറ്റ്വർക്ക് ആയിരിക്കും. ഇനി ഇതിനകത്ത് തന്നെ വീണ്ടും ഈ ക്യാമറയുടെ ഇത് ഹാർഡ് ഡിസ്ക് എടുത്തിട്ട് പോവാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ലോക്കലി അതായത് ബിൽഡിങ്ങിനകത്ത് തന്നെ ഇതിന് ഡാറ്റ ബാക്കപ്പ് വേറെ ഉണ്ടാവും. ഇതിനകത്ത് റെക്കോർഡ് ചെയ്യുന്ന അതേ സാധനം വേറെ ഒരു സ്ഥലത്ത് ഹിഡൻ ആയിട്ടുള്ള സ്ഥലത്തും കൂടി റെക്കോർഡ് ചെയ്യും. 1, 2, 3, 4 എന്നുള്ളത് അവിടുത്തെ ക്രിട്ടിക്കാലിറ്റി, അവിടുത്തെ കോസ്റ്റും എല്ലാം ബേസ് ചെയ്തിരിക്കും. ഈ ഡാറ്റ ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് ഡിറ്റക്ട് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി തന്നെ മെയിലിലേക്ക് പോകുന്നുണ്ട്, ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ ഹാർഡ് ഡിസ്ക് അവിടെ ഉണ്ടാവും. അതിന് പുറമെ ഇതിനകത്ത് വേറെ ചെറിയ സ്റ്റോറേജ് മെക്കാനിസം, മൾട്ടിപ്പിൾ മെക്കാനിസംസ് വെച്ചിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിസ്റ്റംസ് ചെയ്യുമ്പോൾ കണക്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ് റിഡൻഡൻസി കൊടുക്കുന്നുണ്ടാവും. ദെൻ അതുപോലെ തന്നെ ചില രീതിയിൽ ഇൻഡിപെൻഡൻസി ഉണ്ട്. ഇപ്പൊ സെക്യൂരിറ്റി സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ ഈ ഹോം ഓട്ടോമേഷൻ സിസ്റ്റത്തിന്റെ അതിനകത്തുള്ള പാർട്ടല്ല, സെപ്പറേറ്റ് ഒരു പാർട്ടായിട്ടും അതിനെ റൺ ചെയ്യാം, ഇതുമായിട്ട് ജോയിൻ ചെയ്തിട്ട് റൺ ചെയ്യാവുന്ന ഒരു രീതിയിലായിട്ട് സെറ്റ് ചെയ്യുന്നത്. റിഡൻഡൻസി ബാക്കപ്പ് ഇത് രണ്ടുമാണ് ഇലക്ട്രോണിക്സ്. പറയൂ. I think there is no more queries. Okay. ഇപ്പൊ ഇതൊരു ജസ്റ്റ് ഒരു പോപ്പപ്പ് ഇപ്പൊ കണ്ടിരുന്നു. Okay. How is cameras effective if they can be easily blinded with IR? How is cameras effective if they can be easily blinded by IR? അത് ബേസിക്കലി നമ്മുടെ സിനിമകളിൽ കാണുന്നതാണ്. IR വെച്ചിട്ടോ അല്ലെങ്കിൽ ഹൈ ലൈറ്റ് വെച്ചിട്ടോ എന്നുള്ള സിനിമകളിൽ കാണുന്നതാണ്. അത് പോസിബിൾ ആണ്. ഭയങ്കര ഹെവി ബ്രൈറ്റ്നസ് ഉള്ള, നല്ല ഹെവി ബ്രൈറ്റ്നസ് ഉള്ള IR വെച്ചിട്ട് ഒരു പരിധി വരെ ബ്ലൈൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാ ക്യാമറാസും അല്ല. ഈ ക്യാമറാസ് തന്നെ നമ്മുടെ സെക്യൂരിറ്റി ക്യാമറാസ് തന്നെ ഒരു 600 rupees മുതൽ അറൌണ്ട് 2.5 lakhs വരെ സിംഗിൾ ക്യാമറയ്ക്ക് വരുന്ന ക്യാമറാസ് ഉണ്ട്. ഒരു അറൌണ്ട് ഒരു 3500 മുകളിലേക്ക് വരും, 3500 4500 മുകളിലേക്ക് വരുന്ന ക്യാമറാസിനകത്ത് ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചർ വെച്ചിട്ട് ഇപ്പൊ ഒരു IR ലൈറ്റ് വെച്ചിട്ട് ബ്ലൈൻഡ് ചെയ്യണമെങ്കിൽ ടോർച്ച് പോലെ അങ്ങനത്തെ ഒരു ലൈറ്റ് വെച്ചിട്ട് ബ്ലൈൻഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അതിന്റെ ആ പോർഷനിൽ ആ ലൈറ്റ് കാണുന്നല്ല, ഇതിനെ ടോട്ടലി ബ്ലൈൻഡ് ആക്കാനായിട്ട് അതിന് പോസിബിൾ അല്ല. ഈവൻ അതുണ്ട്. ഇനി മാത്രമല്ല, ഇങ്ങനെ ട്രൈ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവന്ന് അതിനെ മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പോലും അലർട്ട് ജനറേറ്റ് ചെയ്യും ഓട്ടോമാറ്റിക്കലി. ആ വിഷ്വൽസിനെ ബ്ലൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് വീഡിയോ ക്യാമറിംഗ് എന്നാണ് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അലർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉള്ള ക്യാമറാസ് ഉണ്ട്. അതൊന്നും വളരെ ഹെവി കോസ്റ്റ്ലി ആയിട്ട് വരുന്നതല്ല, അല്ലാതെ ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് വെക്കുന്നതാണ്. There's one more query. Is the security system using lasers on walls to prevent intruders? Lasers or? Is the security system using lasers on walls to prevent intruders? ഉണ്ട്. ലേസേഴ്സ് വെക്കുന്ന സിസ്റ്റംസ് ഉണ്ട്. അതിന് മെയിൻലി പെരിമീറ്റർ ഡിറ്റക്ഷൻ സിസ്റ്റംസ് ആണ് പറഞ്ഞത്. ഇംഗ്ലീഷ് സിനിമയിൽ കാണുന്ന പോലെ റെഡ് ലൈൻ ഒന്നും നമ്മൾ കാണുന്നുണ്ടാവില്ല, അത് മാത്രമേ ഇൻവിസിബിൾ ലേസർ ലൈറ്റ്, ലേസർ ബീംസ് തന്നെ ആയിരിക്കും. അത് നല്ല ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും. 600 മീറ്റർ വരെ, 800 മീറ്റർ വരെ സിംഗിൾ പെയർ ഓഫ് സെൻസറിനകത്ത് കവർ ചെയ്യാവുന്ന സിസ്റ്റംസ് ഉണ്ട്. അത് ലൈൻ ഓഫ് സൈറ്റ്, ഇത് രണ്ടും നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ്. അതിനിടയ്ക്ക് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ ഡിറ്റക്ട് ചെയ്യാം. മിസ്ട്രിഗർ ചെയ്യാതിരിക്കാനായിട്ട് അത് തന്നെ മൾട്ടിപ്പിൾ ബീംസ് വെച്ചിട്ടായിരിക്കും ചെയ്യുന്ന. ഡിസ്റ്റൻസ് കൂടുന്നതോറും മൾട്ടിപ്പിൾ ബീംസ് വെച്ചിട്ട് ഇതിനെല്ലാം അറ്റാച്ച് ചെയ്യും, ബ്രേക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന്റെ അൽഗോരിതം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഡിറ്റക്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ ഇല വീണ് കഴിഞ്ഞാൽ അലർട്ട് വരും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ സെക്യൂരിറ്റി ലെവലിൽ ബേസ് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്യാൻ പറ്റും. അത് പെരിമീറ്റർ ഡിറ്റക്ഷൻ സിസ്റ്റംസ് എന്നാണ് ഇൻ ജനറൽ പറയുന്നത്. ബൗണ്ടറി വാൾ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് യൂസ് ചെയ്യുന്നത്.
Optex എന്ന് പറഞ്ഞ ബ്രാൻഡ് ആണ് വേൾഡിൽ തന്നെ അവർക്കൊരു മൊണോപോളിയാണ് അതിൽ Optex. Okay. So once again, I thank Mr. Shahim for such an informative and enlightening session. Actually, I felt you have packed a lot of information into a short time. Thank you so much. Thank you. Before moving on to the official word of thanks, all the participants are kindly requested to fill up the feedback form posted in the chat box. Now, I invite Ms. Lakshmi of S6 ECE to propose a word of thanks. Good evening, all. Coming to the end of today's webinar, I would like to thank the vibrant orator, Mr. Shahim Becker, for giving us so much of information on opportunities for BTech graduates in building automation and ELP systems. I'm very well sure that we all have got some insights on it. Once again, thank you, sir. I would like to thank our head of department, Dr. Gopakumar, sir, for giving us this talk. Really knowledgeable. Next, I would like to thank our coordinators of this program, Dr. Nishina Iqbal ma'am and Dr. Shilpa Suresh ma'am, and also the student coordinators, Kavya and Shaharvil, for arranging this program. Last but not the least, I thank all our participants across the colleges who joined with us for today's talk. I'm sure you all are walking out with some thoughts induced in you. Before we wind up, we wish to give a small virtual mojito as a token of appreciation. Once again, thank you, sir, and thank you all. Thank you. Once again, I thank all of you. Hope to meet you again with many more exciting talks in the Road Ahead series. മാം Thank you. ഇതിനകത്ത് ഗോപാം സാറിനെയും നിഷ്ന മിസ്സിനെയും ഞാൻ കണ്ടു. എന്നെ പഠിപ്പിച്ച വേറെ ആരെങ്കിലും ഇതിലുണ്ടോ ഇപ്പോ കറന്റ്ലി? നൗഷാദ് സാർ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഷാഹിം ഉണ്ടോ? സാറ് ഉണ്ടെങ്കിൽ സാർ ഒന്ന് ക്യാമറയിൽ വന്നാൽ കൊള്ളാം. ഇപ്പൊ ഇനി ലീവായി ചെയ്തു. ഓക്കെ 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 സാർ. Okay, thank you, all of you. Thank you, Shahim, once again. Shahim, leave ചെയ്തോ?